കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം കർത്താവിന്റെ വചനത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യം. ഒന്ന്, ഒരു വചനം നമ്മുടെ കയ്യിൽ, തിരുവചനം, ഒരു ഫിസിക്കൽ കോപ്പി ഉണ്ട് എങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ എത്ര പേരുടെ കയ്യിലുണ്ട് ബൈബിൾ? ഒന്ന് കാണിക്കാമോ? സ്തോത്രം. കാരണം ഇത് ഞാൻ ചോദിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സിസ്റ്റർ പാർക്കുന്ന ഭോപ്പാലിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പോയി. മധ്യപ്രദേശിൽ 223 ഭാഷകൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രാർത്ഥനാ ബുള്ളറ്റിനിൽ. അതിനകത്ത് ബൈബിൾ വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള 4 ഭാഷകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 219 ഭാഷകളിൽ മധ്യപ്രദേശിൽ ബൈബിൾ അവൈലബിൾ അല്ല. അവർക്ക് വായിക്കാനോ ബൈബിൾ അടങ്ങിയിരിക്കുന്ന ജീവൻ എടുക്കുവാനോ അവർക്ക് സാധിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഭാഷയിൽ ഇങ്ങനൊരു വേദപുസ്തകം നമ്മുടെ കിട്ടിയല്ലോ. പലർക്കും മടിയാണ് ഇത് കയ്യിലെടുത്തുകൊണ്ട് വരാനും ഇതൊന്ന് തുറക്കാനും ഒക്കെ മടിയാണ്. പക്ഷേ ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച എത്രയോ ദൈവ മനുഷ്യരുണ്ട്. നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഇത് തുറക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ബൈബിൾ കയ്യിൽ പിടിക്കുവാനും തുറക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, അതിനെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തകൾ ഇന്ന് രാത്രിയിൽ തിരുപ്പാനായി എൻ്റെ ഉള്ളിൽ ആഗ്രഹം യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിലേക്ക് തന്നെയാണ്. ഇന്നലത്തെ ദിവസം നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കി. യോഹന്നാൻ 12:20-21 ഞാൻ വായിക്കട്ടെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഞാൻ അവിടെ നിൽക്കുകയാണ്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് പുറകാലെ വായിക്കാം. ഇന്നലെ നമ്മളെല്ലാവരും, ഞാനും ആ സന്ദേശം ഇവിടെ കേട്ടു, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഭാഗം മനസ്സിലാക്കി നമ്മൾ വരികയാണ്. ഞാൻ തിരിച്ച് ഭവനത്തിൽ പോയി പിന്നെയും ഈ ദേശത്തോടും ഇവിടെ കടന്നു വന്നിരിക്കുന്നവരോടും ഈ വാക്യത്തിലൂടെ ഇനിയും കർത്താവിന് ഇന്നത്തെ ദിവസം രാത്രിയിലും ഇടപെടാനുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആവർത്തിച്ചേക്കാം, ആരും അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രാവശ്യത്തെ കൺവെൻഷന് ഈ വാക്യഭാഗങ്ങളിലൂടെ കർത്താവിന് നമ്മളെ ദൈവത്തിന്റെ വേലയ്ക്കായി ഒന്നുകൂടെ ഒരുക്കുവാനുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽ വരുന്ന ഒരു കാര്യം, യവനന്മാർ യേശുവിനെ കാണുവാൻ അടുത്ത് വരുന്ന ആ രംഗം ഏത് സമയത്തിൽ അവർ വരുന്നു എന്നുള്ളതും, യേശുവിനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുള്ള സമയത്താണോ ഇവരെല്ലാം കൂടെ ധൃതി കൂട്ടി എന്നാൽ നമുക്കൊന്ന് പൊക്കളയാം, നമുക്കെന്നാ കണ്ടുകളയാമെന്ന് പറയുന്ന ആ സമയം എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നു. ആ സമയം വാസ്തവത്തിൽ മനസ്സിലാകണമെങ്കിൽ 12-ാം അധ്യായത്തിലൊന്നും അല്ല അത് തുടങ്ങുന്നത്. 1:10-11 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 10-11 വാക്യത്തിൽ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകം അവനെ അറിഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ എഴുതുമ്പോ പറയുകയാണ്, യേശു പലസ്തീനിലൂടെ നടന്നു, അത്ഭുതങ്ങൾ ചെയ്തു, ഉപദേശിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ തൻ്റെ പിറകെ വരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് താൻ സുവിശേഷം എഴുതുമ്പോൾ, ഏകദേശം യേശുവിന്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് 60 വർഷമെങ്കിലും കഴിഞ്ഞു കാണും. AD 90-ലാണ് ഇത് എഴുതുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. തൻ്റെ ചിന്തയിൽ താൻ ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് വാസ് വെരി പോപ്പുലർ ബട്ട് വെരി many people did not accept him. അവനെ കൈക്കൊണ്ടവർ വളരെ ചുരുക്കമാണ്. ലോകത്തിൽ വന്നു, ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തമായവർ കൈക്കൊണ്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ യേശുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാറി മാറി ഇരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ വാസ്തവത്തിൽ അതിന്റെ തീവ്രത കാണണമെങ്കിൽ
ആദ്യത്തെ 5-6 അധ്യായങ്ങൾ, വാസ്തവത്തിൽ 6-ാമത്തെ അധ്യായം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. വളരെ പുരുഷാരം യേശുവിന്റെ അത്ഭുതം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ അത്ഭുതം കണ്ട് ഇവനെ നമുക്ക് രാജാവാക്കാമെന്നൊക്കെ കരുതി കഴിഞ്ഞപ്പോൾ യേശു തന്റെ വന്നതിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുമ്പോ, എന്റെ മാംസം ഭക്ഷിക്കണം, എന്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിഷ്യത്വത്തിലേക്ക് ആൾക്കാരെ വിളിക്കുമ്പോ 6-ാം അധ്യായം 66-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തന്റെ ശിഷ്യന്മാരിൽ കൂടെ നല്ലൊരു ശതമാനം പുറകെ തിരിഞ്ഞ് ഈ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞവര് പോയെന്ന്. ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല, അപ്പം കഴിച്ചവരുൾപ്പെടെ പലരും പുറകെ തിരിഞ്ഞ് പൊക്കളഞ്ഞു. 7-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, 43-ാമത്തെ വാക്യത്തിൽ, 7:43. അങ്ങനെ പുരുഷാരത്തിൽ, എടുത്തവർ എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ വായിക്കണം, 7:43. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി എന്തോ ഉണ്ടായി? ഭിന്നതയുണ്ടായി. യേശു പുരുഷാരം യേശു നിമിത്തം ഭിന്നിച്ചു. എന്താ അവര് പറയുന്നത്? 7:12 ചിലര് പറയുക, ഹി ഈസ് എ ഗുഡ് മാൻ, അവൻ നല്ലവനാണ്. എന്നാൽ 7:47 മറ്റു ചിലർ പറയുക, നോ, ഹി ഈസ് നോട്ട് ഗുഡ്, ഹി ഈസ് എ ഡിസീവർ, ഇവൻ വഞ്ചകനാണ്. ആരാണ് യേശു? സ്വന്തമായവർ അവനെ കൈക്കൊള്ളുന്നില്ല, ലോകം അവനെ അറിയുന്നില്ല. ആർക്കാർക്ക് വേണ്ട യേശുവിനെ? നല്ലവനെന്ന് കുറച്ചു പേര് പറയുമ്പോ ഇവൻ ഡിസീവറാണ്, വഞ്ചിക്കുന്നവരാ എന്ന് മറ്റുള്ളവർ പറയുന്നു. വാസ്തവത്തിൽ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന 7:20, 8:48 ഒക്കെയാണ്. നിങ്ങൾ അത് വായിച്ച് പഠിച്ചവർ നേരത്തെ ഇതിനകത്ത് കാണും. ഇന്നലെയും നമ്മൾ അത് കേട്ടു പോയല്ലോ. ചിലർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇവന് ഭൂതമുണ്ട് എന്നാണ്. ഹി ഈസ് ഡീമൺ പൊസസ്ഡ്. യേശുവിനെ നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ മനസ്സിൽ. സ്വർഗ്ഗലോക മഹിമകളെ വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് ദേശങ്ങളിലെല്ലാം നടന്ന് നന്മ പ്രവർത്തി ചെയ്ത് ആൾക്കാരെ ഉപദേശിച്ച് നടന്ന യേശുവിനെ കുറിച്ചുള്ള ആൾക്കാരുടെ അഭിപ്രായം, ഇവന് ഭൂതമുണ്ട്, ഇവൻ ശമര്യക്കാരനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവൻ എന്തുവായി വിളിച്ചു പറയുന്നത്? 1-ാം അധ്യായത്തിൽ തന്നെ ഒരുവൻ പറഞ്ഞത് നമ്മുടെ ചെവിയിൽ ഇല്ലേ, നസറേത്തിൽ നിന്നും വല്ല നന്മ വരുമോ? ഇവൻ തച്ചനായ യോസഫിന്റെ മകനാകല്ലേ? ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാലാവസ്ഥയിലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ഈ 12-ാമത്തെ അധ്യായത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ സുവിശേഷത്തിൽ 21 അധ്യായങ്ങളുള്ള ഈ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായം ഒരു ഭാഗം തീർത്ത് 13-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ അത്ഭുതത്തെ കുറിച്ച് ഇനി വായിക്കത്തില്ല. യേശുവിൻ ശിഷ്യന്മാരും തനികെയുള്ള സമയമാണ് 13 മുതൽ. ഓർമ്മയില്ലേ? 13-ൽ ആര് കാല് കഴുകുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ദാസനായി ഒരു ടവലും ബേസിനും എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ശിഷ്യന്മാരുടെ യൂദസിന്റെ ഉൾപ്പെടെ കാല് കഴുകുവാൻ വേണ്ടി തയ്യാറായി സമർപ്പിക്കപ്പെട്ട യേശു 13-ാം അധ്യായത്തിൽ വരച്ച് കാണിക്കപ്പെടുന്നു. 14-ാമത്തെ അധ്യായത്തിൽ പിന്നെയും അഭേദ്യമായി ശിഷ്യന്മാരോടുള്ള സംസാരമാണ്. ഞാൻ പോകുന്നു, നിങ്ങളാരും ഭാരപ്പെടേണ്ട, ഞാൻ പോകുന്നിടത്ത് നിങ്ങളും വരണം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. 15-ൽ അവരുടെ കണ്ണിൽ നോക്കി പിന്നെയും പറയുക, അത്ഭുതമൊന്നും ഇല്ല ഇനിയും, ഞാൻ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, എന്നോട് ചേർന്ന് നിങ്ങൾ വസിക്കണമേ. 16-ൽ പിന്നെയും പറയുക, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കാം. ആ കൊച്ചുകൂട്ടത്തെ രൂപപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് 13, 14, 15, 16. 17-ൽ മഹാപുരോഹിത പ്രാർത്ഥനയും ഉണ്ടല്ലോ. 18 മുതൽ അറസ്റ്റാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു നിർണായക അധ്യായമാണ് ഈ 12-ാമത്തെ അധ്യായം. താൻ ഈ ലോകത്തിൽ വന്നു, പുരുഷാരമെല്ലാം അഭിപ്രായം വ്യത്യാസപ്പെടുത്തിയിരിക്കുക. ഇതാരാ? നല്ലവനാണോ? അഴുക്കാണോ? ഭൂതം പിടിച്ചവനാണോ? ദൈവപുത്രനാണോ? രാജാവാണോ? ഇതാരാണ് എന്നുള്ള ചോദ്യം ഇങ്ങനെ മുഴങ്ങുന്നൊരധ്യായം. 11-ാമത്തെ അധ്യായം അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 11-ൽ അവസാനത്തെ അത്ഭുതം, ലാസറിനെ ഉയർപ്പിക്കുന്ന അത്ഭുതം കണ്ടിട്ട് പോലും ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തമായവൻ അവനെ കൈക്കൊണ്ടില്ല. 11-ാമത്തെ അധ്യായം അതിന്റെ 56, 57 ഒന്ന് നോക്കിക്കേ. എന്താ നമ്മൾ ഇവിടെ കാണുന്നത്?
അവന് പെരുന്നാളിന് വരികയില്ലയോ എന്നവര് തമ്മിൽ പറഞ്ഞു. എന്തിനാ യേശു പെരുന്നാളിന് വരുമോ? എന്തിനാ ഇവർ അന്വേഷിക്കുന്നത്? അവരുടെ കൺമുമ്പിൽ കണ്ടില്ലേ ഒരു അത്ഭുതം? മരിച്ച് അടക്കപ്പെട്ട ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ കുറിച്ച് അവർ പറയുക. നമുക്ക് കാണാം, പെരുന്നാളിന് വരാതിരിക്കത്തില്ല പുള്ളി. എന്തിനാണെന്നറിയാമോ? 57-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ഇതാ പശ്ചാത്തലം. എന്തുവാ 12-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം? അത്ഭുതമെല്ലാം കഴിഞ്ഞു. കണ്ണു തുറന്ന് അത്ഭുതം കഴിഞ്ഞു. മുടന്തൻ എഴുന്നേറ്റ് അത്ഭുതം കഴിഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേര് തൃപ്തിപ്പെട്ട അത്ഭുതമെല്ലാം കഴിഞ്ഞു. ലാസർ എഴുന്നേറ്റ് അത്ഭുതം കഴിഞ്ഞു. പക്ഷേ വന്ന് നിൽക്കുന്നത്, യേശു എവിടെ ഉണ്ടെന്നറിഞ്ഞ പറയണം ഞങ്ങളോട്. യേശു എവിടെ ഉണ്ടെന്ന് അറിവ് തന്നാൽ ഞങ്ങൾ പൈസയും തരാം. ഇവനെ പിടിക്കണം, ഇവനെ ഇനി വിട്ടാലൊക്കത്തില്ല. 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, നമ്മുടെ കുറിവാക്യം അടങ്ങിയിരിക്കുന്ന അധ്യായം തുടങ്ങുന്നത് എന്തോ പറഞ്ഞുകൊണ്ടാന്നറിയാമോ? The most wanted person is Jesus Christ. യേശുവിനെ വേണം. എന്തിനാ? വിശ്വസിക്കാനല്ല. യേശുവിനെ വേണം. എന്തിനാ? ഞാൻ അങ്ങനെ അനുഗമിക്കുന്നു എന്ന് പറയാനല്ല, ഇവനെ പിടിക്കണം. ആ സമയത്ത് ഇതാ ബെഥനിയിൽ താൻ ഉയർപ്പിച്ച ലാസറിന്റെ വീട്ടിൽ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു ഈ വാക്യം. യേശുവിനെ എവിടെ ഉണ്ടെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ നടുവിൽ യേശുവിനെ ഹോസ്റ്റ് ചെയ്യാൻ വീടുകളൊന്നും ഇല്ലാതിരിക്കെ ആരെങ്കിലും യേശു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്നാ ഡോർ അടച്ചിട്ട് അകത്തിരിക്കാൻ, ലൈറ്റ് ഓഫ് ചെയ്തേര്, ഈ വീട്ടിലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിലും കൂടെ അല്ല ഇവിടെ വരുമെന്ന് പറയുന്ന അവസ്ഥയിൽ ബഥാനിയയിലെ ഒരു കുടുംബം പറയുക, പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടു, ഞങ്ങളുടെ വീട്ടിലോട്ട് യേശു വരട്ടെ, ഞങ്ങൾ ഒരു അത്താഴം യേശുവിന് കൊടുക്കാൻ തയ്യാറാ. ഇന്നിവിടെ വന്നിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന്? യേശുവിനെ സ്വീകരിക്കാൻ മനുഷ്യരില്ലാതിരിക്കെ, യേശുവിനെ പരിഹസിക്കുന്ന ആളുകൾ ഇരിക്കെ, യുക്തിവാദവും സമർത്ഥിയുടെ സുവിശേഷവും ക്രൂശിനെ വേറെ രീതിയിൽ കാണിക്കുന്ന ഒരവസ്ഥയിൽ യേശു എന്റെ വീട്ടിൽ വന്നു എന്ന് പറയുവാൻ ബഥാനിയയിലെ കുടുംബം പറയുക, അതെ, നിങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന യേശു ഞങ്ങളുടെ വീട്ടിലുണ്ട്. കാരണം ഞങ്ങളുടെ കണ്ണുകൾ കണ്ടതാണിത്, ഞങ്ങളുടെ കരങ്ങൾ സ്പർശിച്ചതാണിത്, ഞങ്ങൾ അവന്റെ ഉപദേശം കേട്ടതാണ്, ഇത് സാക്ഷാൽ ദൈവപുത്രൻ എന്ന് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണമേ, യേശുവിനെ ഉപദ്രവിക്കുവാനുള്ള ലോകത്തിന്റെ മനോഭാവം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് നേരെ, പെന്തക്കോസ്തുകാർക്കെതിരെ പല ആക്ഷേപവും ഉപദ്രവവും വർദ്ധിച്ചു വരുന്ന സമയത്തിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെങ്കിലും പീഡനമെന്നോ എന്തെങ്കിലും വെറുക്കൂത്തോ നിന്നെ എന്ന് പറഞ്ഞാൽ അതിനെ വിട്ട് എന്നാ ഞാൻ ബൈബിള് പൊതിഞ്ഞു പോയേക്കാം, എന്നാ എന്നെ ആരും കാണണ്ട, അങ്ങനെ പറയുന്ന ഒരു വിശ്വാസത്തിലേക്കല്ല യേശു നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ വിശ്വാസം പരസ്യമാകട്ടെ, നമ്മുടെ വിശ്വാസം നമ്മുടെ നെയ്ബേഴ്സ് കാണുന്നതാകട്ടെ, ലോകം കാണട്ടെ യേശു എന്റെ വീട്ടിലുണ്ടെന്ന്, യേശു എന്റെ വീട്ടിലുണ്ടെന്ന് ലോകം കാണട്ടെ. ബൈബിൾ അനുസരിക്കുന്ന ഒരു വിശ്വാസിയാ ഞാനെന്ന് ലോകം തിരിച്ചറിയട്ടെ. അതാ 12-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം. യേശുവിനെ വേണ്ട ആൾക്കാർക്ക്. പക്ഷെ ഒരു കുടുംബം പറയുക, ബാ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ലഞ്ച് കഴിക്കണം. അതങ്ങോട്ട് തുടങ്ങിയിട്ട് 12-ാമത്തെ വാക്യം മുതൽ 4 പ്രതികരണങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. 12 മുതൽ 15 വരെ, അതായത് ഈ കുറിവാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് 4-ാമത്തെ പ്രതികരണമാണ് വാസ്തവത്തിൽ. അത്താഴം ഒഴുക്കി കഴിഞ്ഞിട്ട് 12 മുതൽ റിയാക്ഷൻ ഓഫ് ദ ക്രൗഡ്, പുരുഷാരം. 1-ാം അധ്യായം മുതൽ അവരിങ്ങനെ നോക്കുക, എന്തുവാടാ യേശു, ഇത് കറക്റ്റ് ആണോടാ, ഇത് ഭൂതമാണോ, ഇത് എന്തുവാണ്, അത്ഭുതം നടക്കുന്നുണ്ട്, യേശു ആരാ? 12 മുതൽ പുരുഷാരത്തിനൊരു കാര്യം മനസ്സിലായി. നോക്കിയേ, 12 പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു
വലിയൊരു പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവര് ഹോശന്ന വിളിക്കുന്നുണ്ട്. അത് ഉള്ളിൽ നിന്ന് മനസ്സിലായി രക്ഷിതാവെന്നൊന്നും മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ മനസ്സിൽ വൈകാരികമായിട്ടുള്ളൊരു തള്ളലാണ്. ഇതൊരു പക്ഷെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റോമാ അധീനതയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള, കഴിഞ്ഞ ദിവസമല്ലേ ലാസറിനെ ഉയർപ്പിച്ചത് ഈ ദൈവം, ഈ രാജാവ് ഞങ്ങളുടെ കൊണ്ടുണ്ട്, ഞങ്ങൾ ഇനിയും ജോലിക്കൊന്നും പോകുന്നില്ല, ഞങ്ങള് കുരുത്തോലയൊക്കെ വിരിച്ചിരിക്കുകയാണ്. അവർക്ക് കാണാൻ they are excited crowd, curious excited crowd. അതാ ഒന്നാമത്തെ പ്രതികരണം. 12:16 വാക്യത്തിൽ അടുത്ത പ്രതികരണമുണ്ട്. ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണ്? അവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തോ ഈ നടക്കുന്നത്? 3 വർഷമായി കൂടെ കൂടിയിട്ട് ക്രൗഡെല്ലാം എക്സൈറ്റഡ് ആണ്. ഇത് ദൈവമാണ്, ഇത് രാജാവാണെന്നൊക്കെ പറയുന്നുണ്ട്. രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹോശാന വിളിയ. പക്ഷെ 12:16 യോഹന്നാൻ വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. അയ്യോ, ഞങ്ങൾക്ക് ഇതൊന്നും നോക്കിയേ, ഇതവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. പ്രതികരണം എന്താന്ന് ചോദിച്ചാൽ ഇതൊന്നും അറിയാതെ ഇങ്ങനെ വിസ്മയിച്ച്, എന്തോ ഞങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്നത്, ഇത് ദൈവമാണ്, ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ യോഹന്നാൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇവരിൽ ആരും തന്നെ വിശ്വസിച്ചില്ല യേശു ഉയർത്തെഴുന്നേക്കുമെന്ന്. ശിഷ്യന്മാരിൽ തന്നെ അവർ അതിശയിച്ച് നിൽക്കുക, അവരിങ്ങനെ വണ്ടറായി നിൽക്കുക. പുരുഷാരത്തിന്റെ പ്രതികരണം എന്തുവാ? ദേ ആർ എക്സൈറ്റഡ്. ശിഷ്യന്മാരുടെ പ്രതികരണം എന്താ? ചിലപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ കേട്ട് എന്റെ തല പെരുക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഗ്രഹിക്കാത്ത ശിഷ്യന്മാർ. 12:17 മുതൽ മൂന്നാമത്തെ ഒരു പ്രതികരണമുണ്ട്. അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആരാ കൂട്ടരൻ ചോദിച്ചാൽ പരീശന്മാരാണ്. അവർക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. 19 വാക്യത്തിൽ അവരുടെ പ്രതികരണം വ്യക്തമാണ്. എന്തോ അവരുടെ പ്രതികരണം? ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയല്ലോ. 3 പ്രതികരണങ്ങൾ. യേശുവിൽ എക്സൈറ്റഡ് ആയ പുരുഷാരം, യേശുവിന്റെ വാക്കുകൾ ഗ്രഹിക്കാത്ത ശിഷ്യന്മാർ, യേശുവിനെ പിടിക്കാൻ ഒരുങ്ങുന്ന പരീശന്മാർ. അപ്പോഴാണ് 20 വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. എന്നെ വളരെ ഇത് ചിന്തിപ്പിക്കുന്നു. യേശുവിനെ കാണാൻ പറ്റിയ സമയമല്ലേ? യേശു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവനെ പിടിക്കും. പുരുഷാരം ഒന്നും അറിയാതെ ഓല വീശിയിട്ടുണ്ട്. പരീശന്മാർ മുണ്ട് മടക്കി കുത്തി ഇവനെ പിടിക്കാൻ നിൽക്കുക. ആ സമയത്ത് ഒന്നും അറിയാതെ ദേണ്ട് വരുന്നു യവനന്മാർ, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. നമ്മുടെ മലയാള പരിഭാഷയൊന്നും വാസ്തവത്തിൽ ആ മൂലപദത്തിന്റെ അർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ കാര്യം ക്യാപ്ചർ ചെയ്യുന്നില്ല. ഒരു പക്ഷെങ്കിൽ ആ അപേക്ഷിക്കുന്നു എന്നതിൽ ആ തർജിമയിൽ അവർ ശ്രമിക്കുന്നത് അതാണ്. വാസ്തവത്തിൽ അതിന്റെ തനി പകർപ്പ് തർജിമ ചെയ്താൽ അവർ നിന്നുകൊണ്ട് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് വാക്കാണ്. അവർ നിന്നുകൊണ്ട് ഫിലിപ്പോസിനെ നിർബന്ധിച്ച് അസ്വസ്ഥതപ്പെടുത്തി കണ്ടിന്യൂസ് ആയിട്ട് പറയുക, ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് കാണണം, കാണാൻ ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഇതിന്റെ കാരണം എന്താ? ആർക്കും വേണ്ടാത്തൊരു സമയത്ത് യവനന്മാർ യേശുവിനെ അന്വേഷിച്ചു വന്നെങ്കിൽ, പീഡനം ഉച്ചകോടി നിൽക്കുന്ന ആ സമയത്ത്, അവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ പിടിക്കാൻ നിൽക്കുന്ന സമയത്ത്, ലോകം മുഴുവൻ ഇവന്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞ് പരീശന്മാർ ചാട്ടയും വാളും എടുക്കുന്ന സമയത്ത്, എന്തുകൊണ്ടാ ഒരു കൂട്ടര് പറയുന്നത്, നിർബന്ധിക്കുന്നത്? അവര് പറയല്ല സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണി. നോ, അവര് ഫിലിപ്പോസിനെ കൂടെ നിന്ന് പറയാ, ഞങ്ങൾക്ക് കാണണം, പ്ലീസ് ഞങ്ങൾക്ക് കാണണം, അപേക്ഷിക്കുക. അവര് കൈകൊപ്പി പറയാ, ഞങ്ങൾക്ക് ഈ മനുഷ്യനെ കാണണം.
അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇവരാരാ എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഈ 20-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ. യവനന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീസിൽ താമസിക്കുന്നവർ എന്നല്ല. യവനന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഗോഡ് ഫിയറേഴ്സ്, ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് യഹൂദ മതത്തെ, കുറച്ചുകൂടെ പറഞ്ഞാൽ ദൈവത്തെ ദൂരെ നിന്ന് കണ്ടിട്ട്, ജാതികളായിട്ടുള്ളവർ അനേക ദേവന്മാരെ ദേവിമാരെ ആരാധിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നും അവർ ദൂരെ നിന്ന് കണ്ടു. എങ്ങനെ കണ്ടു? ഒരു പക്ഷെങ്കിൽ ഈ 20-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഈ പറയുന്ന യവനന്മാർ ദെക്കപ്പൊലി നാട്ടിൽ താമസിക്കുന്നവരാ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അങ്ങനെയെങ്കിൽ ദെക്കപ്പൊലിയിൽ നിൽക്കുന്നവർ കേട്ടു. ബെത്സൈദായിന് അടുത്തുള്ള സ്ഥലമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ കുറിച്ച് അവർ കേട്ടു. അവർ യെരുശലേമിൽ പെരുന്നാളിന് വന്നപ്പോ യെരുശലേം മുഴുവൻ ഉഴുതു മറിച്ചിരിക്കുക. എല്ലാരും എങ്ങോട്ട് തിരിഞ്ഞാലും ഒരാളെ, യേശുവിനെ കണ്ടോ, യേശുവിനെ അറിയാമോ, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാരും അവന്റെ പുറകെയാ. ഇതാ ഇവര് കേൾക്കുന്ന മുഴുവൻ. ഗോഡ് ഫിയറേഴ്സ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോ പറയത്തില്ലേ ചിലരെ നോക്കി, ചിലപ്പോ മറ്റു സമുദായങ്ങളെന്നൊക്കെ ഒത്തിരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൂടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയി അവരുടെ കൂടെ അങ്ങ് ആകുമേ. കേട്ടിട്ടുണ്ടോ? അവരുടെ ബൈബിൾ സ്റ്റഡിക്ക് പോയി അവസാനം നീയും മുങ്ങുമേ. ഇവരുടെ കൂടെ പോകുന്നത് ശ്രദ്ധിച്ചു വേണം. നാട്ടിലെ ഒരു ഭാഷയാ, ഇവരെല്ലാം കൂടെ ബ്രെയിൻ വാഷ് ചെയ്യും. കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് യോഗത്തിൽ പോകല്ലേ, ഇവരുടെ ഒന്നും യോഗത്തിൽ പോലെ ബൈബിൾ സ്റ്റഡി, നമുക്കുള്ള ബൈബിൾ സ്റ്റഡിയൊക്കെ മതി. യവനന്മാർ ആ രീതിയിലെ ജാതിക ആൾക്കാരാണ്. പക്ഷെ അവർ 1-ാം ചുവട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. എപ്പോ എടുത്തെന്നറിയാം? അവര് വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ഒരു കാര്യത്തിന് ഒരു ദൈവം, വേറൊരു കാര്യം വരുമ്പോ തേണ്ട എല്ലാ മുക്കിനും മൂലയിലും ഓരോ ദേവന്റെ പ്രതിമ. അവിടെ നിന്ന് ദെക്കപ്പൊലിക്കാർ അങ്ങോട്ട് നോക്കുമ്പോ, അയ്യോ ഈ യഹൂദക്കാരുടെ ജീവിതം കൊള്ളാമല്ലോ, അവർക്ക് എത്ര ദൈവമാ ഉള്ളേ? ഏകദൈവം. അവർ നോക്കുമ്പോ നമുക്ക് ഈ എല്ലാ ദൈവം, എടാ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ ദൈവത്തിന്റെ പുറകെ, പണമില്ലെങ്കിൽ ഈ ദൈവത്തിന്റെ പുറകെ, അല്ല കുറച്ച് ഐശ്വര്യം വേണമെങ്കിൽ ആ ദൈവത്തിന്റെ പുറകെ. ഇത് കൊള്ളാമല്ലോ. ഏത് കൊള്ളാം? എന്ത് കാര്യം വേണേലും ഒരാള്. അപ്പൊ തന്നെ സത്യമേതാ കള്ളമേതാ, ഒരു എത്തിക്കൽ, ഒരു മോറൽ ലൈഫ്, പെയ്ഗൻ മോറൽ ലൈഫ്, ജാതിക സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അവനോന് ഇഷ്ടമുള്ളത് ചെയ്ത് അവർ ജീവിക്കുന്നത്. അപ്പൊ അവര് നോക്കിയപ്പോ യഹൂദന്മാര് എല്ലാം സ്ട്രിക്റ്റാ. അവരുടെ കഴുപ്പിന്റെ കാര്യത്തിന് പോലും അവര് ശുദ്ധി ചെയ്ത കരങ്ങൾ കൊണ്ട് കഴിക്കുന്നു, ചില മാംസങ്ങൾ കഴിക്കുന്നില്ല. ഇത് കൊള്ളാം. നമ്മളെ പോലല്ല. ഒരു ഓർഡർ ഉണ്ട്. ഓർഡർ. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. നമ്മളെപ്പോലെ 100 ദൈവങ്ങളില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. എല്ലാത്തിനും പോകാൻ ഒരു ദൈവം. യവനന്മാർ 1-ാമത്തെ മനസ്സൊന്ന് ഒരുങ്ങി. അവരായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് അവര് പറഞ്ഞു, ഞങ്ങൾ ഇനി ഈ ദേവന്മാരെ എല്ലാം ആരാധിക്കാൻ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങള് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടുക്ക പോവാ. ഞങ്ങൾ ഏക സത്യ ദൈവത്തിന്റെ അടുക്ക പോവാ. എന്തോ പറഞ്ഞു കാണും കൂടുള്ളവരെല്ലാം, ദെക്കപ്പൊലിക്കാരും മറ്റുള്ളവരെല്ലാം പറഞ്ഞു കാണും, പോയ പോലെ ഇങ്ങ് തിരിച്ചു വരും. ഇപ്പം ചുമ്മാ അവരെങ്കിലും കൂട്ടത്തിൽ ചേരാൻ പോവല്ലേ. ഇതിനു മുമ്പേ പലരും പോയതാണ്. ആദ്യത്തെ സ്നേഹമൊക്കെ ഉള്ളവർക്ക് ഇവർ ചുമ്മാ ദൈവം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇത് കാര്യമൊന്നുമില്ല. നിങ്ങൾ പോയ പോലെ ദെക്കപ്പൊലി വന്ന് നമ്മുടെ പഴയ ആരാധനാലയത്തിൽ നിങ്ങൾ വരും. പക്ഷെ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുക. നമുക്കറിയാവുന്ന ഭാഷയാണ്, പിടിച്ചു നിൽക്കുക. എന്തിനു വേണ്ടി? വിശ്വാസത്തിന് വേണ്ടി. അപ്പൊ ഈ യവനന്മാർ ദെക്കപ്പൊലിയിൽ നിന്നും യെരുശലേമിലേക്ക് വരണമെങ്കിൽ ഏകദേശം 4 ദിവസം യാത്ര ചെയ്യണം. അവര് വന്നിരിക്കുക. എന്തിനു വന്നിരിക്കുക? പെരുന്നാൾ കൂടാൻ. നമ്മൾ പോകുന്ന വഴി അവരോട് നിർത്തി ചോദിക്കുക, സാർ എങ്ങോട്ടാ പോകുന്നേ? പെരുന്നാളിന് പോവാ, പെസഹ പെരുന്നാളിന് പോവാ. അല്ല, നിങ്ങൾ എന്തിനാ പോകുന്നേ? ഞങ്ങളെ
ചില നാളുകൾക്ക് മുമ്പ് ജീവനുള്ള ദൈവത്തെ കണ്ടു. സാക്ഷ്യമൊക്കെ അവർ പറയും പോകുന്ന വഴി. എന്നാലും നമ്മൾ അവരോട് ചോദിക്കുക, എന്നാലും നിങ്ങള് മറ്റേ തെക്കപ്പൊലിക്കാരല്ലേ, നിങ്ങൾക്ക് 100 ദൈവങ്ങൾ കൂടെ ഉള്ളവരല്ലേ, നിങ്ങൾ ഈ 4 ദിവസം യാത്ര ചെയ്ത് ഈ യെരുശലേമിൽ പോയാൽ, ചിലപ്പോ ചോദിച്ചു കാണും ആൾക്കാര്, നിങ്ങൾക്ക് അവിടെ വല്ല ഉണ്ടോ? വിലയും നിലയും അവിടെ മൊത്തം യഹൂദന്മാരല്ലേ, നിങ്ങളെല്ലാം കൂടെ എവരന്മാർ അങ്ങോട്ട് ചെന്നാൽ അവരാ ഈ എടുത്ത് ചാടിപ്പോയല്ലോ. എടുത്ത് ചാടിപ്പോയത് കൊണ്ട് ഇനിയും പെട്ടെന്നൊന്നും തിരിച്ചു പറയാനൊക്കത്തില്ല. അവര് പറഞ്ഞു കാണും, ഇല്ലില്ല അങ്ങനൊന്നും അല്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നുക. ഞങ്ങൾക്കൊരു പ്രത്യേക കോർട്ട് അവിടെ ഉണ്ട്. കോർട്ട് എന്ന് പറയുന്ന ബാഡ്മിന്റൺ കോർട്ടിന്റെ കാര്യമല്ല. യെരുശലേം ദേവാലയത്തിന്റെ മുമ്പിൽ സ്ത്രീകൾ ഒരു വശത്ത്, പുരോഹിതന്മാർ ഒരു വശത്ത്. അവിടെ ജെന്റൈൽ കോർട്ട്. യഹൂദ പുരുഷന്മാരോട് നിൽക്കാനൊക്കത്തില്ല, സ്ത്രീകളുടെ കോർട്ടിന്റെ അവിടെ പുരുഷൻ പോവാനൊക്കത്തില്ല, സെപ്പറേറ്റ് കോർട്ട്. അപ്പൊ അവർക്ക് ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ തോന്നി, നമ്മൾ എടുത്ത തീരുമാനം കറക്റ്റാ, ശരിയാ, നമ്മൾ നമ്മുടെ അയൽവക്കക്കാരെ എല്ലാം പിണക്കി, നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നിരിക്കുക, പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു ആശ്വാസം, നമുക്കൊരു കസാരയുണ്ട്, അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ജെന്റൈൽ കോർട്ട്. കർത്താവ് വിശ്വസ്തനാ, കർത്താവ് വാക്ക് മാറാത്തവനാന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ പെരുന്നാളിന് വന്നു. 3 പെരുന്നാളിനാണ് സാധാരണ വരാറുള്ളത് ആൾക്കാര്. ഒന്ന് കൂടാര പെരുന്നാള്, ഒന്ന് പെന്തക്കോസ്ത് പെരുന്നാള്, ഒന്ന് പെസഹ പെരുന്നാള്. ഒരു 3-4 വർഷം വന്നു. 3-4 പ്രാവശ്യം വന്നപ്പോ അവർക്ക് മനസ്സിലായി, എടാ ഇത് ശരിയാ, ഒരു ദൈവമേ ഉള്ളൂ, അതൊക്കെ ശരിയാ, പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം ഓരോ പ്രാവശ്യവും തിരിച്ച് യവനന്മാര് പോകുന്ന വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ യോഗം? പോകുന്ന വഴി അവര് പറയാനുള്ളത്, ഞാനിനി അടുത്ത പ്രാവശ്യം ഇല്ല. എന്തോ പറ്റി, നല്ലതല്ലായിരുന്നോ, പെസഹ പെരുന്നാൾ ഇല്ലായിരുന്നോ? എന്നാലും എന്തോ ഒരു സംതിങ് ഈസ് മിസ്സിങ്. ആദ്യത്തെ വർഷം പോയപ്പോഴേ അത് തിരിച്ചറിഞ്ഞതാണ്, സംതിങ് ഈസ് മിസ്സിങ്. പക്ഷെ പോയി തിരിച്ച് പറയാനൊക്കുവോ? പോയി തിരിച്ച് നാട്ടുകാരോട് പറയാനൊക്കുവോ? ഞങ്ങൾ പോയി നിരാശപ്പെട്ടു പോയി കേട്ടോ, ഈ പ്രാവശ്യം പോയായിരുന്നു, നിരാശപ്പെട്ടു പോയി, അടുത്ത കൂടാരപ്പെരുന്നാളിന് പോണോ വേണ്ട എന്ന് ഞങ്ങൾ ആലോചിക്കുക. ഇതൊന്നും പറയാനൊക്കത്തില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വെച്ചേക്കത്തില്ല. അന്നേ പറഞ്ഞത് അതിന്റെ പുറകെ പോവല്ലോ, അന്നേ പറഞ്ഞതാ ഇവിടെ ദേവന്മാരുണ്ട്, ഇവിടെ ആരാധിക്കാൻ സ്ഥലമുണ്ട്, ഇവരുടെ കൂടെ കൂടരുത്, ഏകസത്യ ദൈവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുമെന്ന് ആദ്യമേ പറഞ്ഞതാ. ആദ്യത്തെ വർഷം ഇത് മനസ്സിൽ ഒതുക്കി, ഇതാരോടും പറയുന്നതൊന്നും ശരിയല്ല. തിരിച്ചു വന്ന് ഭാര്യയോട് പറഞ്ഞു, എടി ഇങ്ങനാണെങ്കിൽ അടുത്ത കൂടാര പെരുന്നാളിന് ഞാൻ പോകുന്നില്ല. എപ്പം വൈഫ് പറഞ്ഞു, ഇതായി അച്ഛൻ്റെ ഒരു കുഴപ്പം, അച്ഛൻ ഈ സഭ മാറി നടക്കത്തേ ഉള്ളൂ. അന്ന് ഇവിടെ ആയിരുന്നപ്പോ ദക്കപ്പൊലി നാട്ടിൽ അവിടുത്തെ പ്രശ്നം, ഇപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ പ്രശ്നം. ഒന്ന് മിണ്ടായി മനുഷ്യ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോയി നോക്ക്. അപ്പൊ അടുത്ത കൂടാര പെരുന്നാളിന്റെ പോരായ്മയൊക്കെ മറന്നുകൊണ്ട് പെസഹ പെരുന്നാളിന്റെ സമയത്ത് ഒന്നുകൂടെ ഉത്സാഹമായിട്ട് ഇറങ്ങുന്ന വഴി മക്കളും ചോദിച്ചു കാണും, അപ്പാ ബൈബിൾ എടുത്തു. ഒന്നുകൂടെ ഒരു പുത്തൻ ആവേശത്തിന് പോകാം. അപ്പൊ പിന്നെയും കൂടാര പെരുന്നാള് കഴിഞ്ഞു വന്ന പോലെ ഒരു അവസ്ഥയായി. ഈ പ്രാവശ്യം പോയപ്പോഴും പോയെല്ലാം കണ്ടു, പക്ഷേ സംതിങ് ഈസ് മിസ്സിങ്. അവർ പ്രതീക്ഷിച്ച പോലെ എവിടെ കിട്ടിയില്ല, ദേവാലയത്തിൽ കിട്ടിയില്ല. ഒരു കോർട്ടുണ്ട്, ജാതികൾക്ക് യവനന്മാർക്ക് നിൽക്കാൻ ഒരു കോർട്ടുണ്ട്, പക്ഷെ അവർക്ക് എവിടോ മണത്തു. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ 3 പ്രശ്നങ്ങൾ കുറഞ്ഞത് അവർ അഭിമുഖീകരിച്ച് കാണും. ഒന്നാമത്തെ പ്രശ്നം, അന്നറിയപ്പെട്ടിരുന്ന ചരിത്രകാരനാണ് ജോസിഫസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ. ജോസിഫസ് ആ ദേവാലയം അടക്കി വാണ അന്നാസിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്, എ മണി മേക്കർ. ആരാ അന്നാസ്? മണി മേക്കർ. ധനമുണ്ടാക്കാൻ എന്ത് വഴിയും തെരഞ്ഞെടുക്കുന്നവരാണ് ആലയത്തിന്റെ ലീഡർ അന്നാസ് എന്ന ഹൈ പ്രീസ്റ്റ്. ഇവരിത് അടുത്തോട്ട് വന്നപ്പോ
നേരത്തെ നിന്ന 100 ദൈവങ്ങളുണ്ട്, അവിടെ പോലും ഇല്ലാത്തൊരു പണക്കൊതി ഇതിനകത്ത്. ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്നാസ് ദ മോസ്റ്റ് കറപ്റ്റഡ് ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതനാണ്. പക്ഷേ ജോസിഫസ് എന്ന ജൂയിഷ് ഹിസ്റ്റോറിയൻ എഴുതി വെച്ചിരിക്കുക ദ മോസ്റ്റ് കറപ്റ്റഡ് പേഴ്സൺ. തൊട്ടടുത്ത് പിന്നെ നോക്കിയപ്പോ അവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, ഇത് ഇവർ ഈ പറയുന്നതേ ഉള്ളൂ. വെളിയിൽ എന്തോ പറയുന്നു, ദൈവ സാന്നിധ്യം ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട് പറയുന്നുണ്ട്. പക്ഷെ ദൈവ സാന്നിധ്യമല്ല ഇരിക്കുന്നത് കീബോർഡല്ല. കീബോർഡുകാരൻ പണി മുടക്കിയാൽ ചിലപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ യോഗങ്ങളും എല്ലാം കീബോർഡിസ്റ്റ് ഇല്ലാതെയോ വല്ല ഒന്ന് മാറുന്ന ഒരവസ്ഥയിൽ അവർ നോക്കിയപ്പോ ചിരിയുണ്ട്, കരച്ചിലുണ്ട്. എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കുന്നത് എനിക്ക് കിട്ടിയതോർത്തുള്ള ചിരിയുണ്ട്. എന്തിനാ കരയുന്നത്? എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഓർത്തുള്ള കരച്ചിലുമുണ്ട്. എന്തിനായിരുന്നു കരയേണ്ടത്? പാപബോധം കൊണ്ട് കരയേണ്ടവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കരയുന്നു. രക്ഷയുടെ സന്തോഷത്തിൽ ചിരിക്കേണ്ടവൻ ഇപ്പൊ ചിരിക്കുന്നത് വണ്ടിയുടെ ബ്രാൻഡിൽ ചിരിക്കുന്നു. ഈ പറയുന്ന പോലെ അല്ല ഇവർ എന്ന് യവനന്മാർക്കൊരു ചിന്ത, ഒരു സീഡ് വീണതാണ്. അവരുടെ പാരമ്പര്യമെല്ലാം വിട്ട് അവരുടെ അയൽവക്കക്കാരെ എല്ലാം പിണക്കി അവര് പോയത് യെരൂശലേമിലേക്കാണ്. അവര് നശിക്കാൻ പോയതല്ല, ഗുണപ്പെടാൻ പോയതാണ്. അവര് നാശത്തിലേക്കല്ല പോയത്, ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്കാ പോയത്. പക്ഷെ അവര് കണ്ടത് പണക്കൊതിയന്മാരുടെ ഒരു കൂട്ടം, കപടഭക്തിക്കാരുടെ ഒരു കൂട്ടം. ഒന്നുകൂടെ അവര് കണ്ടു കേട്ടോ. 9 വർഷം ഭരിച്ചു അന്നാസ്. അന്നാസ് ഭരിച്ചപ്പോ അന്നാസിന്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ഈ കസാരം കൊണ്ട് എത്ര ഉണ്ടാക്കാമെന്നുള്ളത് അന്നാസ് രുചിച്ചതാണ്. ഈ പൈസ വെളിയിലൊന്നും പോയല്ല, എൻ്റെ മരുമോനെ കൊണ്ടുവരണം, കയ്യഫാവിനെ ഇവിടെ കൊണ്ടുവരണം, ഒന്ന് കളിച്ചു നോക്കി. ആ ഭാഷ അറിയാത്തവർക്ക് ഞാൻ ആ ഭാഷ പരിചയപ്പെടുത്തുന്നില്ല. ഒന്ന് കളിച്ചു നോക്കി. കൊണ്ടുവരാമോ? നല്ല വരുമാനമുള്ള സഭയാണ്, കൊണ്ടുവരാമോ? കളി നടന്നില്ല. അന്നാസ് കളിച്ചു കയ്യഫാവിനെ കൊണ്ടുവരാൻ വേണ്ടി, കളി നടന്നില്ല. പക്ഷെ കളി അവസാനിപ്പിച്ചില്ല, പുറകെ നിന്നോണ്ട് പിടിച്ചു. 1 വർഷം കഴിഞ്ഞപ്പം മഹാപുരോഹിതനായി ഇരുന്ന ആടെ കസാര താഴെ പോയി. അന്നാസ് അവിടെ നിന്നൊരു ചിരിയാ, എവിടെ പോയാലും തിരിച്ചിവിടെ വരും. പക്ഷെ ആൾക്കാർ തെരഞ്ഞെടുത്തത് പിന്നെയും കയ്യഫാവിനെ അല്ല, രണ്ടാമത്തെ ആളെ തെരഞ്ഞെടുത്തു. അന്നാസ് അവസാനിപ്പിക്കത്തില്ല. അന്നാസിന്റെ മനസ്സിൽ ഒരു ക്രുക്കഡ് മൈൻഡ് ഉണ്ട്, കയ്യഫാവിനെ കൊണ്ടുവരണ സ്ഥാനത്ത്. രണ്ടാമത്തെ ആള് വന്നു, 1 വർഷം കഴിഞ്ഞപ്പോ സ്ഥാനം താഴെ പോയി. പിന്നെ ഈ അന്നാസിനൊരു ചിരിയാണ്, ഇതെല്ലാം കറങ്ങി നമ്മുടെ മുമ്പിൽ വരും. മൂന്നാമത്തെ ആള് വന്നു, കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോ താഴെ പോയി. ആൾക്കാരെല്ലാം ചിന്തിക്കും, ഇതെന്തുവാടേ, മഹാപുരോഹിതൻ ഇരിക്കേണ്ടത് ആയുഷ്കാലം മുഴുവനാണ്, ഇതെന്തോ ഓരോ പ്രാവശ്യം ഓരോ വർഷം കഴിഞ്ഞ് എല്ലാവരുടെ സ്ഥലം മാറുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി, ഇതിന്റെ പിമ്പിൽ ഒരു ചരട് വലി ഉണ്ടായിരുന്നു. ആ ചരട് വലിച്ചത് മറ്റാരുമല്ല, ഏറ്റവും മേളത്തെ ആളാണ്. ഏറ്റവും മേളത്തെ ആള് വലിച്ച് അവസാനം കൊണ്ടുവന്ന് കയ്യഫാവിനെ. കയ്യഫാവ് അവിടെ ഇരുന്നു ഏകദേശം 18 വർഷം. ഇതെല്ലാം ആര് കണ്ടോണ്ടിരിക്കുക? യവനന്മാർ. എന്തിനാ സാറേ നിങ്ങൾ യെരൂശലേമിൽ വന്നത്? ദൈവത്തെ കാണാൻ. എന്തിനാ സാറേ നിങ്ങൾ ദേവാലയത്തിന്റെ അടുക്ക വന്ന് ആരാധിക്കാൻ? പക്ഷെ നിങ്ങൾ എന്തോ കണ്ടു. നിങ്ങൾ കണ്ടു കപടഭക്തി കണ്ടു, നിങ്ങൾ കണ്ടു പണക്കൊതി കണ്ടു, നിങ്ങൾ കണ്ടു സ്ഥാനമാന മോഹങ്ങൾ കണ്ടു. നമ്മുടെ ഒരു കുടുംബ യോഗവുമാണല്ലോ, അതുകൊണ്ട് ഇത് പറയുന്നതിൽ ഞാൻ ഒട്ടും പുറമോട്ട് മാറുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായി ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, ഇങ്ങനൊരു വീട്ടിലാണല്ലോ ഞാൻ ചെന്നതെന്നുള്ളത്. വിശ്രമിക്കാൻ ചെന്നതാണ്. ചെന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഏതാ ചർച്ചിൽ എവിടാ പോകുന്നേ? ഒരു മുന്തിയ വലിയ പെന്തക്കോസ് സംഘടനയിൽ ഉള്ള ആളാണ്. ഹസ്ബൻഡ്, വൈഫ്, 2 ചിൽഡ്രൻ. ചായ തന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളിപ്പോ അവിടെ അല്ല പോകുന്നത്. പിന്നെ എവിടാ പോകുന്നേ? അടുത്തൊരു കാര്യം എന്നോട് പറഞ്ഞു, അതിപ്പോ പറയുന്നില്ല. ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട്, ആകാംക്ഷ കൊണ്ട്, ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കാണുന്നു. പെന്തക്കോസ്ത് സംഘടനകൾ വിട്ട് അവര് പോവുകയാണ്.
ഞാൻ ഈ വ്യക്തിയോട്, ചെറുപ്പക്കാരനായ വ്യക്തിയാണ്, കൊച്ചു പിള്ളേരുള്ള വ്യക്തിയാണ്, ഞാനൊരു ചോദിച്ചു, വൈ ഡിഡ് യു ലീവ് പെന്റക്കോസ്റ്റൽ ഡിനോമിനേഷൻ? പെന്റക്കോസ്റ്റൽ ഡിനോമിനേഷൻ പറഞ്ഞാൽ ഈ പ്രധാന ഒരു പ്രസ്ഥാനം വിട്ട എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മുഖം എല്ലാം ഭയങ്കര ഒരു ഗൗരവമായി വിഷമത്തോടെ എന്നോട് പറഞ്ഞു. പെന്തക്കോസ്റ്റിൽ പുതുതായിട്ട് വന്ന ആളല്ല ഇത് കേട്ടോ. അദ്ദേഹത്തിന്റെ പപ്പായും പെന്തക്കോസ്റ്റിലെ ആളാണ്, ആ സംഘടനയിലെ, ആ ലോക്കൽ സഭയിലെ പ്രധാന ആളാണ്. എന്നോട് പറഞ്ഞതാ, ആശ്രയം മടുത്തു, എന്റെ കുഞ്ഞുങ്ങളെയും കൂടെ ഓർത്തോണ്ടാ ഞാൻ ഈ സംഘടനയിൽ നിന്ന് മാറിയത്. എന്നെ അത് ഒത്തിരി വേദനിപ്പിച്ചു. ഒരിക്കൽ പെന്തക്കോസ്റ്റിൽ ആൾക്കാർ വന്നത് കുഞ്ഞുങ്ങളെ ഓർത്ത, ഇന്ന് പെന്തിക്കോസ് ആൾക്കാർ വിടുന്നത് കുഞ്ഞുങ്ങളെ ഓർത്താണ്. ഇതെന്നെ വേദനിപ്പിക്കുന്നു. ഒരിക്കൽ നാട്ടി പറഞ്ഞത് എന്താ? പോയി രക്ഷപ്പെട്. എവിടെ? പ്രാർത്ഥിക്കുന്നവർ എടുക്ക പോയി രക്ഷപ്പെടാൻ നോക്ക്. അവിടെ അഭിഷക്തന്മാരുണ്ട്, അവര് കൈവച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടത്തില്ല. അവർ വീട്ടിൽ വന്നൊരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ ആ വീടിന്റെ കെട്ടുകൾ പൊട്ടും. അവിടെയുള്ള അശുദ്ധ വ്യാപാരങ്ങൾ ഇറങ്ങിപ്പോകും. അതൊക്കെ കണ്ടവരും അനുഭവിച്ചവരുമല്ലേ ഇവിടെ ഇരിക്കുന്നവർ. അത് എന്റെ കണ്ണുകൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, തകർന്നു പോയ ഭവനങ്ങളെ പണിയുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അല്ല, ഇവിടെ വന്നിരിക്കുന്നവർ തന്നെ ഇല്ലേ? ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച നിമിത്തം പെട്ടെന്ന് ദിശ തിരിച്ചു വിട്ടതുപോലെ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന അനുഭവങ്ങളില്ലേ? കടം കയറി പൂട്ടേണ്ട വീടുകൾ ഒറ്റ കയറയിൽ അവസാനിപ്പിക്കേണ്ടവർ ഇന്ന് അഭിഷേകത്തോടെ പ്രസംഗിക്കാൻ കാര്യം അഭിഷേകമുള്ള ഒരാൾ പ്രാർത്ഥിച്ചതുകൊണ്ടും വചനം പ്രസംഗിച്ചതുകൊണ്ടുമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഓ ഇതൊക്കെ മറ്റുള്ളവര് വശമില്ലാത്തവര് പോയി മുങ്ങിപ്പൊങ്ങുന്നതാണെന്ന് പറഞ്ഞപ്പോ ചില വൻ മരങ്ങൾ ചാഞ്ഞിട്ടില്ലേ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചുറ്റുവട്ടത്തിൽ? ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തവർ വന്നില്ലേ? പെന്തക്കോസ്ത് മാർഗത്തിൽ ഇതിനകത്ത് സത്യമുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം, ആഭരണം ഊരണ്ട വന്നാലും എന്ത് ചെയ്യേണ്ട വന്നാലും ഈ നിന്ന ദിവ്യ ധനമാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ടില്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഇതിനടുത്തൊക്കെ നടന്ന ഉണർവിനെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഉണർവുകളല്ലേ അഭിഷക്തന്മാരായ അപ്പച്ചന്മാര് പ്രസംഗിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഭൂതങ്ങൾക്ക് നിൽക്കാൻ കഴിയാഞ്ഞത്, രോഗികൾ സൗഖ്യമായത്, വചനം മുഖം നോക്കാതെ ശുശ്രൂഷിച്ചത്, ഇതെല്ലാം നമ്മുടെ സംഘടനയിൽ നടന്നിട്ടുള്ളതല്ലേ? പക്ഷെ ഇന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ മാറുവാന്ന്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, യവനന്മാര് യാത്ര ചെയ്ത് വന്നത് ജീവനുള്ള ദൈവത്തെ കാണാനാണെങ്കിൽ അവർ കണ്ടത് ഏകസത്യ ദൈവത്തെ അല്ല, അവർ കണ്ടത് കപടഭക്തിയും, അവർ കണ്ടത് പണക്കൊതിയും, അവർ കണ്ടത് സ്ഥാനമോഹവുമാണെങ്കിൽ, കോഴഞ്ചേരി സെക്ഷനിലുള്ള വാത്സല്യ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, എന്റെ പ്രിയ അനുജന്മാരെ, സഹോദരന്മാരെ, ഈ കൺവെൻഷനിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെയൊക്കെ സഭകളിൽ ഒരാള് സ്നാനപ്പെട്ടിട്ട് നാളുകൾ എത്രയായി? ബയോളജിക്കൽ ഗ്രോത്ത് അല്ലാതെ, കൊച്ചു കുഞ്ഞുങ്ങൾ സ്ഥാനപ്പെടുന്നതല്ലാതെ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവരുടെ എണ്ണം എത്ര കുറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം ബൈബിളിന് ശക്തി കുറഞ്ഞിട്ടല്ല, അതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി കുറഞ്ഞിട്ടല്ല. അതിന്റെ കാര്യം ഇടനിലയിൽ നിൽക്കുന്നവർ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം, ദൈവത്തെ പ്രദർശിപ്പിക്കേണ്ടതിന് പകരം, ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയേണ്ടതിന് പകരം, മാനസാന്തരത്തിലേക്ക് ദൈവമക്കളെ നടത്തേണ്ടതിന് പകരം മറ്റുള്ള കാര്യത്തിന് ഏർപ്പെടാൻ പോയത് കൊണ്ട് ഒരു സമൂഹം വിളിച്ചു പറയുന്നു ഇതിനകത്ത് ഒരു ഗുണവും മണവുമില്ല. ഇത് നിങ്ങളെ വേദനപ്പെടുത്തട്ടെ, ഇതെന്നെ വേദനപ്പെടുത്തുന്നു. നമ്മുടെ സമൂഹം അങ്ങനെയായി തീരേണ്ട ഒരു സമൂഹമല്ല. ഇതിനകത്ത് ജീവന്റെ ഒരു നാമ്പ് ദൈവം ഇന്ന് രാത്രി തരട്ടെ. എന്താ ജീവന്റെ നാമ്പെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ വെട്ടിക്കളഞ്ഞതാണെങ്കിൽ, മനുഷ്യർ നശിച്ചു പോയെന്ന് ചിന്തിച്ചതാണെങ്കിൽ, നിങ്ങളുടെ ചർച്ചിനെ കുറിച്ച് ഇനി ഒരാൾ ഇതിനകത്ത് വരത്തില്ല എന്ന് മനുഷ്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തോട് പറ, ദൈവമേ, മാനസാന്തരപ്പെട്ട അങ്ങയിലേക്ക് അടുക്കുവാൻ ഒരു സമൂഹമായി ഞങ്ങൾ തയ്യാറാകുന്നു. ഒരു പഴയ കാലം ഞങ്ങൾക്ക് നൽകണമേ.
വചന ശുശ്രൂഷയ്ക്ക് പകരം കഥകളായി മാറി. ആത്മാവിലുള്ള ആരാധനയ്ക്ക് പകരം പെർഫോമൻസ് ആയി മാറി. ഐക്യതയ്ക്ക് പകരം പാർട്ടി സ്പിരിറ്റും പാനലുമായി മാറി. ഇതെല്ലാം കൂടെ വെക്കുമ്പോ യവനന്മാര് വന്ന് പറയും, ഇവിടെ ദൈവമില്ല, ഇത് കേവല മനുഷ്യരാ. ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ദൈവം ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. ഇല്ല, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം ഇന്നും വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ താൻ ഇറങ്ങി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഇറങ്ങി വന്നാൽ അവിടെ വചന ഘോഷണം ഉണ്ടായിരിക്കും. പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, അത് കാറ്റടിച്ചുകൊണ്ടാ 3000 പേര് വന്നതെന്ന്. കാറ്റടിച്ചുകൊണ്ടല്ല 3000 പേര് വന്നത്, അവിടെ ഒരു പ്രസംഗം നടന്നു. കാറ്റടിച്ചവന്റെ ഒരു പ്രസംഗം അവിടെ നടന്നു. ആ പ്രസംഗം കേവല അറിവല്ലായിരുന്നു, ആ പ്രസംഗം കർണരസകരമല്ലായിരുന്നു. അവരെ കീറിമുറിക്കുന്ന ആത്മീക ദൂത് അവർ വിളിച്ചു പറഞ്ഞു. നമ്മുടെ സഭാ ഹാളുകളിൽ ഒരാൾ കയറി വന്നാൽ അവർ കേൾക്കട്ടെ വചനത്തിന്റെ ശക്തി. നമ്മുടെ കൺവെൻഷൻ യോഗത്തിൽ ഈ ദേശം കേൾക്കട്ടെ വചനത്തിന്റെ കീറിമുറിക്കുന്ന ശക്തി. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ സമൂഹത്തിൽ കോളാമ്പിയിലൂടെ കേട്ട സുവിശേഷത്തിൽ മരത്തേൽ കയറി നിന്നവൻ താഴെ ഇറങ്ങി ആ യോഗം തീരുന്നതിന് മുമ്പ് വന്ന് സമർപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ വചനത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. വചനത്തെ ദുർബലപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണ്ട. വചനത്തിൽ അല്ല വിടുതൽ എന്ന് ചിന്തിക്കേണ്ട. വചനം പ്രസംഗിക്കുന്നിടത്ത്, ആത്മാവിന്റെ നിറവോടെ പ്രസംഗിക്കുന്നിടത്ത് ഒരു കൂട്ടം ആൾക്കാരെ ദൈവം ഇന്നും വിളിക്കുന്നു, ഒരുക്കുന്നു ദൈവത്തിന്റെ വരവിനായി. ഇവരിത്രയും റിസ്ക് എടുത്ത് പോകാൻ കാര്യം 12:20 ഇവർ യേശുവിനെ കാണണമെന്ന് പറഞ്ഞത് ഇവർക്ക് മനസ്സിലായി. ഇനിയൊരു പെരുന്നാളിന് വരാനുള്ള ഉള്ളിലൊന്നുമില്ല, കഴിഞ്ഞു. 4 ദിവസം യാത്ര ചെയ്ത് വന്നതാണ്. ഇപ്പൊ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം. എന്തോ മനസ്സിലായെന്നറിയോ? 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ആദ്യ അടയാളത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കി. യവനന്മാര് കേട്ടു. ഈ പറയുന്ന ദേവാലയക്കാരുടെ ആളല്ലേ മോശ, അദ്ദേഹം വെള്ളം രക്തമാക്കിയെന്ന് കേട്ടു. പക്ഷെ ഇതെന്തുവാ? നിറം ഒരുപോലെ, രക്തത്തിന്റെ മീഞ്ഞിന്റെ നിറം ഒരുപോലെ. പക്ഷെ അവര് കേട്ടു മോശെക്കാട്ടിൽ വലിയവനാണ് ഇതെന്നാ തോന്നുന്നത്. അവിടെ പോയി ജാതികളുടെ കോർട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്നാ തോന്നുന്നത്. വെള്ളം രക്തമാക്കിയവനെയാണ് അവിടെ ഉയർത്തുന്നത്, വെള്ളം വീഞ്ഞാക്കുന്നവനെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അല്ല, 4-ാം അധ്യായത്തിൽ അവർക്ക് മനസ്സിലായി രാജഭൃത്യന്റെ മകൻ ഇഷ്ടംപോലെ പൈസ ഉള്ളവനാണ്. ഈ ജാതികൾക്ക് മനസ്സിലായി പൈസ കൊണ്ട് നേടാത്തതെന്തോ ഈ വ്യക്തിയിലുണ്ട് എന്നവർക്ക് മനസ്സിലായി. 5-ാമത്തെ അധ്യായത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ 38 വർഷം ഇരുന്ന ഒരാള്, അവിടെ ഒരു സമ്പ്രദായമുണ്ട്, കുളം കലക്കുമ്പോ എടുത്ത് ചാടിക്കണം. ആദ്യം ചാടുന്ന ആള് ശുദ്ധീകരിക്കപ്പെടും. ആ യവനന്മാർക്ക് മനസ്സിലായി ഈ സകല നിയമങ്ങളും തെറ്റിച്ച് പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം ഇതാ മനുഷ്യന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. യോഹന്നാൻ 6 അവർക്ക് മനസ്സിലായി മരുഭൂമിയിൽ അപ്പം കൊടുത്ത മോശ മാത്രമല്ല, അതാ ഇപ്പോൾ ഒരു മരുഭൂമിയിൽ ബെത്സയിദയിൽ 5000 പുരുഷന്മാർക്ക് 5 അപ്പം അങ്ങോട്ട് എടുത്ത് വാഴ്ത്തി നുറുക്കുന്നത് കണ്ടു. എല്ലാവരും കഴിച്ച് തൃപ്തരായി. ശേഷിച്ച കൊട്ട നിറയ്ക്കത്തക്കവണ്ണം മോശെക്കാട്ടിൽ വലിയവൻ ഇവിടെ ഇറങ്ങി വന്നു എന്നവർക്ക് മനസ്സിലായി. അവർ കേട്ടു ഒരു കാര്യം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെ യേശു നടന്നെന്ന് അവർ കേട്ടെന്ന്. അവരുടെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളത് ഇസ്രായേലിന്റെ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ എന്നവർ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കാതുകളിൽ വന്ന ന്യൂസ്, ഇസ്രായേലിന്റെ ദൈവം ആ പിതാവിനെ വെളിപ്പെടുത്താൻ ഇതാ പുത്രൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നുവെന്നോ അവര് കേട്ടു. 9-ാമത്തെ അധ്യായത്തിൽ
നിറവിലെ കുരുടനായ മനുഷ്യൻ, എല്ലാവരും അവനെ നോക്കി പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവൻ. പക്ഷേ ഈ ദൈവപുത്രൻ, ഈ മനുഷ്യപുത്രൻ, ഈ ഇസ്രായേലിന്റെ രാജാവ്, ഈ മോശയെക്കാട്ടിൽ വലിയവൻ, അവനെ സൗഖ്യമാക്കിയ വാർത്ത ഈ യവനന്മാർ കേട്ടു. അത് മാത്രമല്ല കേട്ടോ, മതങ്ങൾക്കോ മതഗുരുക്കന്മാർക്കോ ചെയ്യാൻ ഒക്കാത്തത് 11-ാമത്തെ അധ്യായത്തിൽ നടന്നത് അവർ കേട്ടു. ലാസറിനെ ഉയർപ്പിച്ചത് അവർ കേട്ടു. ഇതെല്ലാം കൂടെ കേട്ടപ്പോ അവർക്ക് മനസ്സിലായി, നമ്മൾ വന്നത് പെസഹ പെരുന്നാളിനാണെങ്കിലും ഇനി ഈ കറപ്ഷന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ ഒരുപാട് ചൂഷണം നേരിട്ടു. ഞങ്ങളുടെ പൈസ എല്ലാം പിഴിഞ്ഞിവർ. ഇവര് സ്ഥാനം കളിച്ച് മാനം ഉണ്ടാക്കുക, ഞങ്ങളുടെ പൈസ കൊണ്ടാണ് ഇവരിതെല്ലാം കളിക്കുന്നത്. ഇവരെല്ലാം കപടഭക്തിയാണ്. പക്ഷെ അവരുടെ ചെവികളിൽ കേട്ടു, ഇസ്രായേലിന്റെ ദൈവം ലജ്ജിപ്പിക്കാത്ത ദൈവം, സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കുന്ന ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, കുരുട്ട് കണ്ണിനെ തുറക്കുന്ന ദൈവം, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്ന ദൈവം മനുഷ്യന്റെ വേഷത്തിൽ പലസ്തീനിലൂടെ നടക്കുന്നു. അതാ ചെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇവരെ കാണണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭകളിൽ ആൾക്കാർ പറയണം, ഒരു സംഘടനയിലോട്ട് ഞങ്ങളെ കിട്ടത്തില്ല. ഗ്ലോബലിയെ മൊത്തം ലോകത്തിൽ മുഴുവൻ ആൾക്കാരുടെ പഠനം പറയുന്നത്, ഡിനോമിനേഷൻസ് ആർ നോട്ട് ഗ്രോയിങ്. സംഘടനകൾ വളരുന്നില്ല. പിന്നെ വളരുന്നത് എന്തുവാ? ഇൻഡിവിജ്വൽ ചർച്ചസ്. ഒരു അഭിഷക്തനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, 100, 200, 300, 1000 എല്ലാവരും വരുന്നു. ഇൻഡിവിജ്വൽ ചർച്ചസ് ആർ ഗ്രോയിങ് ഗ്ലോബലി. കേരളത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഒന്ന് കറക്ഷൻ ചെയ്യാൻ പോലും ആരുമില്ല. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ എന്റെ പ്രോസ്പെരിറ്റി ഞാൻ ക്യാൻസൽ ചെയ്യുന്നൊക്കെയാ പറയുന്നത്. ഡിനോമിനേഷൻ അസംബ്ലീസ് ഓഫ് ഗോഡ് 1914 രൂപീകരിച്ചപ്പോ ഫൗണ്ടിങ് മെമ്പേഴ്സിന്റെ കീഴിലുള്ള അവരുടെ ഹൃദയത്തിലെ ഒറ്റ ആഗ്രഹമായിരുന്നു, ദിസ് ഇസ് എ ഫെലോഷിപ്പ്. അന്യോന്യം പ്രാർത്ഥിക്കാൻ, മിഷണറീസിനെ സെൻഡ് ചെയ്യാൻ, ഒരു അക്കൗണ്ടബിലിറ്റി. ഒരാൾ തെറ്റിപ്പോയാൽ ഒരാൾ പറയണ്ടേ, സാറേ ഈ പറയുന്നത് ദുരുപദേശമാണ്. കണക്കിന് ഒരു അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ട് ഒന്ന് സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യല്ലേ. ആ രീതിയിൽ തുടങ്ങിയ സംഘടന 100 വർഷം കഴിയുമ്പോ ഇത് മിഷണറീസിനെ സെൻഡ് ചെയ്യുന്നതിന് പകരം, ഇത് ഫെലോഷിപ്പിന് പകരം കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇതിനകത്ത് വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അത് വളർച്ചയല്ല, അത് തളർച്ചയാ. അന്ന് അവിടെ പറ്റിയതുപോലൊരു പരാജയം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരാജയത്തെ ശപിക്കാതെ ഇരുട്ടിന്റെ നടുക്കിലോട്ട് നിന്ന് ഇത് ഇരുട്ടാ എന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ഈ സമൂഹത്തിന്റെ അകത്തും ഒരു വെളിച്ചത്തെ അടുപ്പിക്കാൻ യേശുവിന് കഴിയുമെന്ന് പറയാനാണ്. ഈ സമൂഹത്തെ ഉണർത്താൻ ആർക്ക് കഴിയും? വചനം വിശ്വസിക്കുന്നവർക്ക് കഴിയും, അഭിഷേകമുള്ളവർക്ക് കഴിയും, മുഖം നോക്കാതെ ദൂത് പറയുന്നവർക്ക് കഴിയും. ഈ സംഘടനയെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യട്ടെ. പക്ഷേ എൻ്റെ ഒരു മെന്റർ എന്നെ കൂടെ ഓർപ്പിക്കുന്ന ഒരു വാചകവും ഞാൻ നിങ്ങളോട് പറയാം. KG ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ AG. എന്തുവാ KG? Kingdom of God. Kingdom of God is more important than AG. അനുഗ്രഹിക്കപ്പെട്ട സംഘടനയ്ക്കായി സ്തോത്രം. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ ഈ സംഘടനയിലായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ആരോടുമുള്ള അസൂയയിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, AG പറഞ്ഞുകൊണ്ടിരുന്നാൽ ആള് വരത്തില്ല. KGയുടെ പവർ വെളിപ്പെടണം. മനുഷ്യർ ഒരു സംഘടനയുടെ ബോർഡ് കണ്ടോണ്ടല്ല വരുന്നത്. മനുഷ്യർ വരുന്നത് ജീവനുള്ള ദൈവം എന്ത് ചെയ്യും? അത് AGക്കകത്തുണ്ടെങ്കിൽ ആൾക്കാർ വരും. അത് AGക്കകത്തില്ലെങ്കിൽ ആൾക്കാർ വരത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉള്ളവരൂടെ പോവും. അവര് പറയും ഞങ്ങൾ പോവാ, ഞങ്ങളുടെ പിള്ളേരെ ഓർത്ത് ഞങ്ങൾ പോവാ. ഇത് നോക്കണമേ, ശ്രദ്ധിച്ചു നോക്കണം. 12:20 ഒന്നുകൂടെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചിലർ
എന്തിനാ വന്നത്? നമസ്കരിക്കാൻ വന്ന. ഇപ്പൊ എങ്ങോട്ട് പോവാ? ഇപ്പൊ യേശുവിനെ കാണാൻ പോവാ. എന്തോ പറ്റി? അല്ല, ഇപ്പൊ മനസ്സിലായി ഇതും കൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓരോ വർഷം കഴിഞ്ഞിട്ട് മനസ്സുരുകി തിരിച്ചു പോകുന്നു. ഒരു സംഭവം കൂടെ ഓർത്തോണ്ട് ഞാൻ പറയാം. മറ്റൊരു രാജ്യത്തിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഈ കഴിഞ്ഞിടെ എന്നെ വിളിച്ചത് ഞാൻ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഇരിക്കുന്നു. ഒരു സൺഡേ സർവീസ് കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചതാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ജോയെ പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. ഞാൻ ചോദിച്ചു, എന്താ ഒരു ഞായറാഴ്ച വിളിക്കുന്നോണ്ട് എന്താ ഇത്, എന്തോ കാര്യം? ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു പോയി, എൻ്റെ മനുഷ്യൻ വിശക്കുന്നു, എനിക്കൊന്നും കിട്ടിയില്ല ചർച്ചിൽ നിന്ന് ഈ ആഴ്ചയും. ഇത് പറയുന്നത് അവിശ്വാസികളല്ലെന്ന്, ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട് ശിഷ്യനാകാൻ താല്പര്യമുള്ളവൻ വന്നിരിക്കുക. ദൈവമേ, എന്നോട് സംസാരിക്കണമേ. ഒരു സഭാരാധന കഴിഞ്ഞിട്ട് തൻ്റെ ഫ്രണ്ടായ എന്നെ വിളിച്ചു പറഞ്ഞതാണെന്ന്, എൻ്റെ മനുഷ്യന് വിശക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ ഫാമിലി ഞാൻ പറഞ്ഞതുപോലെ, ഈ ചെറുപ്പക്കാരൻ്റെ ഞാൻ പറഞ്ഞതുപോലെ, വിശപ്പുള്ളവർ, ദാഹിക്കുന്നവർ ഇന്നും ഇതിനകത്ത് ഇരിപ്പുണ്ട്. വിശപ്പും ദാഹവും ഇല്ലാതെ പോയാൽ മാത്രമേ ചോദ്യം ചെയ്യേണ്ടതുള്ളൂ കേട്ടോ, ജീവൻ ഉണ്ടോ എന്ന്. ഇന്നിവിടെ ഇരിക്കുമ്പം വിശപ്പുണ്ടെങ്കിൽ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ ദാഹമുണ്ടെങ്കിൽ, മതത്തിന്റെ ക്രമീകരണങ്ങൾക്കപ്പുറമായി ജീവനുണ്ടെന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, ഇതിനകത്ത് സത്യമുണ്ടെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, സത്യവേദ പുസ്തകം പോലെ സത്യ ആരാധനയിലേക്കാണ് ഞാൻ വന്നതെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, വിട്ടതിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കാതെ ഇതിനകത്ത് ദൈവശക്തിയായി അറിയാൻ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അല്ലാതെ വന്നിട്ട് ഇതെല്ലാം തെറ്റായി പോയി, ഞാൻ പോവാ, പഴയ പോലെ പോവാ. നോ, ഒരു വെളിപ്പാടിലാണ് ഒരു സ്റ്റെപ്പ് എടുത്തതെങ്കിൽ, വിശ്വസിച്ച് സ്നാനപ്പെടണമെന്നുള്ളത് തിരുവചനത്തിൽ നിന്നും മനസ്സിലായതാണെങ്കിൽ, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ലഭിച്ചിട്ടുള്ള ആളാണെങ്കിൽ, അത് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകണ്ട. അതിനകത്തുള്ള ആത്മാവിന്റെ സന്തോഷവും രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവിന്റെ പ്രവൃത്തിയും ദൈവവചനത്തിന്റെ ശുശ്രൂഷയും അതിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ എന്നാ ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത്. നോക്കണമേ, എന്നെ ചിന്തിപ്പിക്കുന്നു കേട്ടോ. ഇവർ വന്നത് 21-ാം വാക്യം, ഇവർ ഗലീലയിലെ ബെത്സേദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന്. യവനന്മാരെല്ലാ ഹോപ്പും പോയി, ലാസ്റ്റ് കണ്ണിയെ പിടിച്ചിരിക്കുക, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. പക്ഷെ ഇവര് വരുന്നത് ഫിലിപ്പോസിന്റെ അടുക്കലാണ്. സാധാരണഗതിയിൽ നിങ്ങള് മത്തായിയുടെ സുവിശേഷം 4-ഉം മർക്കോസിലും ലൂക്കോസിലും എല്ലാം ശിഷ്യന്മാരുടെ പേര് കാണുമ്പോ, സാധാരണ നമുക്കൊക്കെ ആദ്യത്തെ 3 പേരേ ഉള്ളൂ എല്ലായിടവും, 3 പേര്. എങ്ങും ആദ്യത്തെ 3 പേരിൽ ഇല്ല ആള്. എല്ലാ ലിസ്റ്റിലും 5-ാമനാണ്. ആരാ ആദ്യത്തെ 4 പേര്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്. ഈ 4 പേര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ഏത് ശിഷ്യന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ഫസ്റ്റ് 3-ലെ ഇല്ല, 5-ാമനായിട്ട് ഒരാളുണ്ട്. ഈ ആടെ പ്രത്യേകത എന്താണ്? ഇന്നലെ നമ്മളൊന്ന് കേട്ടുപോയി. യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 2 പേർക്കാണ് ഗ്രീക്ക് നെയിം ഉള്ളത്, യവനായ പേരുള്ളത്. 1 ഫിലിപ്പോസും 2 അന്ത്രയോസുമാണ്. 2 പേർക്കുണ്ട് ആ പേര്, ഗ്രീക്ക് നെയിംസ്. ദെക്കപ്പൊലിക്കാരല്ലേ വന്നത്. ദെക്കപ്പൊലിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ബെത്സൈദ. കേട്ടിട്ട് അവർ നോക്കുമ്പം, എടാ നമ്മുടെ പോലെ പേരുള്ള ഒരാളാണ്, പുള്ളിയെ പിടിച്ചാലോ? യേശുവിനെ കാണണം, എങ്ങനെയാലും കാണണം. അത് ഫിലിപ്പോസിനെ ഒത്തില്ലെങ്കിൽ അടുത്ത ആളെ അവർ പിടിക്കും, അവർ കാണാതെ പോകത്തില്ല. ഫിലിപ്പോസിനെ പിടിക്കുമ്പോ എന്റെ മനസ്സിൽ പിന്നെയും വരുന്നത്, അല്ല, യവനായ പേര് കൊണ്ട് മാത്രമാണെങ്കിൽ അന്ത്രയോസിന്റെ അടുക്കലും വേണേ പോവാം, അല്ലേ? അന്ത്രയോസിനും ഉണ്ട് യവനായ പേര്. പക്ഷെ ഇവരെന്താ, യവനായ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് 12 പേരെ നോക്കുന്നു. ഒരാൾ ഇങ്ങനെ ബാഗൊക്കെ പിടിച്ചോണ്ട് നിപ്പുണ്ട്, ഉദസ്. ആ 12 പേരിലെ ഏക സൗത്ത് ആളാണ്. സൗത്ത് ആൾ എന്ന് പറയാം യെരുശലേമും ബെത്ലഹേമും ഒക്കെ സ്ഥിതി ചെയ്യുന്ന
ആ ഭാഗം, ഈ സൗത്ത് ആൾക്കാർക്ക് നോർത്ത് ആൾക്കാർ, മറ്റു 10-11 പേരും ഗലീല ആൾക്കാരാണ്. ഏക ക്വാളിഫിക്കേഷൻ ഉള്ള, തലയെടുപ്പുള്ള, കടഞ്ഞ് തീർന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, കടഞ്ഞെടുത്ത വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യൂദാസ. മറ്റെല്ലാരും നോർത്തുകാരാ, വടക്കുകാരാ, ഗലീലക്കാരാ, കബർന്നോങ്കാരും ബെത്സൈദക്കാരും ഒക്കെയാ. അപ്പൊ യവനായ ആൾക്കാർ ഇങ്ങനെ വന്ന് നമുക്ക് ഈ പ്രാവശ്യം യേശുവിനെ കാണണം. നേരെ കണ്ണു പറഞ്ഞത് ഈ സൂട്ടും കോട്ടും കാര്യങ്ങളും എല്ലാം, കയ്യിലൊരു ബാഗും ഒക്കെ നിൽപ്പുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കാണ്. ഞാൻ ഇല്ല, നീ വേണേ പൊക്കോ. എല്ലാരും ഒരുപോലെ പറഞ്ഞു. ശരിയാ, പുള്ളിയെ കാണുമ്പോഴേ എന്തോ ഒരു. അപ്പൊ അവിടെ ഒരാൾ പറഞ്ഞു എന്ന് വെക്ക്, എടാ നമ്മുടെ ആൾക്കാരല്ലേ അവർ രണ്ടുപേരും, നമ്മൾ ദക്കപ്പുലിക്കാരാ, നമ്മുടെ അടുക്കെ, നമ്മളിപ്പോ കോയിപ്പുറത്ത് നിൽക്കുന്നു, എന്നിട്ട് അങ്ങോട്ട് മാറി കോഴഞ്ചേരിക്കാരല്ലേ അവര്, ഈ അന്ത്രയോസും ഫിലിപ്പോസും, അവരോടൊന്നാ പറ, നമുക്കറിയാമല്ലോ. അന്ത്രയോസിന്റെ അടുക്ക പോയാലോ? അല്ല, മറ്റേ ആടെ മോഹം നോക്കിയേ, ഫിലിപ്പോസിന്റെ അടുക്ക പോവാ. ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് ഹി വാസ് ആൻ അപ്രോച്ചബിൾ മാൻ എന്നാണ്. അവരെ നോക്കിയപ്പോ അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അവര് ചോദിക്കാൻ പോകുന്നത്. യേശുവിനെ എല്ലാരും പിടിക്കാനിരിക്കുന്നു, യേശു യഹൂദനാണ്, ഇവരെല്ലാം യഹൂദരാണ്, വന്നവരാരാ? ജാതികൾ. അവർക്ക് പേടിയാ, ഇതെന്ത് താഴ്ത്തിരും. ദേവാലയത്തിൽ അവർ നിൽക്കുന്ന വെളിയിലാണ്, യഹൂദ പുരുഷന്റെ അടുക്കച്ചെല്ലാം ഒക്കത്തില്ല. അവരുടെ മനസ്സിലൊരു ഉൾഭയമുണ്ട്. ഇസ്രായേലിന്റെ ദൈവം, ദൈവപുത്രനാണ് ഇതെന്ന് അറിവ് കിട്ടി, പക്ഷെ എന്നാലും മനസ്സിൽ ഭയം. നമ്മളെ കേറ്റുവോ? അതോ ഇവിടെ ഉണ്ടോ വേറൊരു സ്ഥലം, നമുക്ക് നിൽക്കാൻ വേറൊരു സ്ഥലം ഇവിടെ ഉണ്ടോ? സുവിശേഷങ്ങളിൽ നോക്കിയാലേ ഹേരോദും ഇതേ വാക്ക് പറഞ്ഞായിരുന്നു, എനിക്കൊന്ന് കാണണം ആ പുള്ളിയെ. ഹേരോദ് പറഞ്ഞായിരുന്നു, ഐ വാണ്ട് ടു സീ. സക്കായിയും എനിക്ക് കാണണം. ഇത് അങ്ങനത്തെ കാഴ്ചയല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം 39 മുതൽ തുടങ്ങിയ ഒരു പദപ്രയോഗമാണിത്. വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ഇത് ആ പദപ്രയോഗമാണ്. യോഹന്നാൻ സ്നാപകൻ കൈ ചൂണ്ടി പറഞ്ഞില്ലേ, ഇത് ദൈവത്തിന്റെ പുത്രനാ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, പാപഭാരം ചുമക്കുന്ന ലാംബ് ഓഫ് ഗോഡ്. ഇതൊക്കെ കേട്ട ആദ്യ ശിഷ്യന്മാര് ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാം? 1:39 എവിടെയാ അങ്ങ് പാർക്കുന്ന, എവിടാ, വേർ ആർ യു സ്റ്റേയിങ്? യേശുവിനോട് ചോദിക്കുകയാണെന്ന്. നീ പറയുന്ന ആരോടും ചോദിക്കാൻ നമ്മൾ ഭയക്കുമെന്ന്. എവിടാ അങ്കിൾ, എവിടാ അങ്കിൾ എന്ന് വിളിച്ചാൽ തന്നെ കറക്റ്റ് ചെയ്യും. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതനെ, കൊച്ചിലെ മുതലേ അറിയാവുന്ന സ്നേഹിതനാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ മിനിസ്ട്രി എങ്ങനെ പോകുന്നു? അച്ഛാന്നൊന്നും വിളിക്കരുത്, ഞാൻ പാസ്റ്ററാണ്. ഞാൻ ഓർത്തു, ഇങ്ങനെ മനുഷ്യര് മാറുമോ? എന്റെ കർത്താവ്, അച്ഛാന്നൊന്നും വിളിക്കരുത്, ഞാൻ സ്നേഹത്തിൽ വിളിച്ചതാ. അപ്പൊ യേശുവിനോട് ആദ്യ ശിഷ്യന്മാര് ചോദിച്ചത് എന്താണെന്നറിയോ? ആദ്യത്തെ ചോദ്യം, എവിടാ താമസിക്കുന്നേ? അപ്പൊ ഇന്നത്തെ ആൾക്കാർ പോലെ പറഞ്ഞില്ല, പറയുന്നോണ്ട് ആൾക്കാർ പോന്നേ. യേശു പറയുക, വന്ന് കാണും, വന്ന് കാണും. എന്നിട്ട് അടുത്ത ആളോടും പറയുന്നത്, ഫിലിപ്പോസിന്, നഥനയേലിനോട്, അവരെല്ലാം പറയുന്നത്, കം ആൻഡ് സീ. ശമര്യക്കാരത്തി സ്ത്രീ പ്രവചനം എല്ലാം കേട്ട് തിരിച്ചു പോയി കഴിഞ്ഞ് ഗ്രാമക്കാരോട് പറഞ്ഞ എന്താണെന്നറിയോ? എന്നോട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം പറഞ്ഞ ആളെ വന്ന് കാണുന്നു, വന്ന് കാണുന്നു. യവനന്മാര് വന്ന് ആ ഇതിലാണ്. ഇത് ഹേരോദാവിനെ പോലെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു, അല്ല അല്ല അല്ല. ഇത് സക്കായിയെ പോലെ എന്തുവാ, നോ നോ നോ. അവര് മടുത്തവരാണ് മതത്തിൽ. അവർക്ക് യേശുവിനെ കാണണമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ താമസിക്കണം, അവർക്ക് ശിഷ്യരാകണം, അവർക്ക് അടുത്ത് വരണമെന്ന്, യേശുവിനെ അറിയണം. അപ്പൊ അവര് നോക്കിയപ്പോ അപ്രോച്ചബിൾ മാൻ എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് സ്വാതന്ത്ര്യത്തിൽ അങ്ങ് ചോദിക്കുക, നമ്മുടെ വല്ലം വീട്ടിൽ ആർക്കെല്ലാം കയറി വരാൻ ഒക്കുവോ? ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക. അങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്.
കയറി വരുന്നവർക്ക് പേടിയാ, ഇത് എന്തുവാ ഇത്? നമ്മുടെ വീട്ടിൽ ആർക്കെല്ലാം വരാൻ ഒക്കുവോ? അതോ പട്ടിയെല്ലാം കൂടെ തുറന്നു വിട്ട് ചങ്ങലയെല്ലാം കൂടി ഇട്ട് അതിനകത്ത് ബന്ധിക്കപ്പെട്ടവനായിരിക്കുകയാണോ? നമ്മൾ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോഴേ ആരെയെല്ലാം നമ്മളോടൊന്ന് ചോദിക്കാൻ ഒക്കുവോന്ന്, നിങ്ങളുടെ കൺവെൻഷൻ എന്നായിരുന്നു? അതൊക്കെ കഴിഞ്ഞു. അതോ ഇനി വരുന്നുണ്ട്, ജനുവരിയിലും ഉണ്ട് കൺവെൻഷൻ. ആ സൗമ്യതയുടെ ഒരു വാക്കേ. എനിക്ക് തോന്നുന്നു പലർക്കും പറ്റിയത് ഈ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കയ്യിലോട്ട് കിട്ടിയപ്പോ നമ്മുടെ തൊണ്ടയെല്ലാം മാറി. ജ്ഞാനപ്പെട്ട് കയറിയപ്പം ടിക്കറ്റ് കിട്ടിയില്ലയോ? ഹെവൻ ടിക്കറ്റ് കിട്ടിയപ്പോ നമ്മളെല്ലാരെയും അങ്ങ് ഒരു പുച്ഛം പോലെ ആയിപ്പോയി. എങ്ങനെയോ ഞങ്ങള് പോവാ നിങ്ങളും വന്നോണം, വേറൊരു രീതിയിലായിപ്പോയി. ഫിലിപ്പോസിനെ സൗമ്യതയോട് പറയുക. സൗമ്യതയുള്ള ആ ആള്, ഗ്രീക്ക് പേരുള്ള ആള്, വാസ്തവത്തിൽ യേശു യോഹന്നാന്റെ സുവിശേഷം 6-ലും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സമയത്ത് പരീക്ഷിച്ച ഒരു ടെസ്റ്റ് ആർക്കാ ഇട്ട് കൊടുത്തതെന്നറിയോ? ഫിലിപ്പോസ്. പത്രോസിനോട് ചോദിച്ചായിരുന്നു ചിലപ്പം പത്രോസ് പറഞ്ഞതിന് ആദ്യം എനിക്കറിയാം ഇതെന്നെ പരീക്ഷിക്കാൻ ചോദിക്കുക. പക്ഷെ ഒന്നും അറിയാത്തവനായി ഫിലിപ്പോസ് അവിടെ ഇരുന്ന് കാൽക്കുലേറ്റർ കൊണ്ടുവന്നു. അടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുക, യേശു ഇവനോട് ചോദിച്ചത്, യേശുവിന് അറിയാം ആദ്യമേ എന്തോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വെരി സിൻസിയർ മാൻ. ഇത്രയായിട്ടും ഇപ്പം ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ ഓർക്കും, അയ്യോ ഫിലിപ്പോസ് വലിയ ആളായി. 14-ാം അധ്യായത്തിൽ ആളെ കുറിച്ച് എന്താണെന്നറിയാം എഴുതിയിരിക്കുന്നത്? 14-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 7-ഉം 8-ഉം ഒക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. ഇതേ ഫിലിപ്പോസ് യേശുവിന്റെ കണ്ണീൻ നോക്കി പറയുക, ഷോ അസ് ദ ഫാദർ, പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മതി. 2 അധ്യായം മുമ്പ് യവനന്മാര് പറയുക ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അതിന് നിന്ന ആള്, ട്രാഫിക് പോലീസായിട്ട് നിന്ന ആള് 2 അധ്യായം കഴിഞ്ഞിട്ട് പറയുക പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ, ഞങ്ങൾക്ക് അത് മതി. അതാ ഫിലിപ്പോസ്. ഫിലിപ്പോസിനോട് ഇവര് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ കാണണം. യൂദാസൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്, പത്രോസൊക്കെ നിപ്പുണ്ട്. ഇതെന്താ ഇവന്റ് എടുക്ക പോന്നെ? പ്രതീക്ഷിച്ച പോലെ ഫിലിപ്പോസ് ആദ്യം ചെയ്ത എന്താണെന്നറിയാം? പുള്ളിക്ക് തന്നെ പോകാനുള്ള മടിയാ. നേരെ അന്ത്രയോസിന്റെ അടുക്ക ചെന്നു, എന്നോട് ഒന്ന് വരാമോ? എന്താ അന്ത്രയോസിനെ ചെന്ന് വിളിച്ചേ? അന്ത്രയോസിനെ ചെന്ന് വിളിച്ചത് സംശയം ഉണ്ടായിട്ടാണോ? എടാ യേശു ഇനി എന്തേലും പറയോ? യവനന്മാര് വരുമ്പോ എന്തേലും പറയോ? ഇല്ല. കണ്ണിൽ കണ്ടതല്ലേ? ശമര്യക്കാരത്തി സ്ത്രീയോട് കണ്ണിൽ നോക്കി സംസാരിച്ച് ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട് ഈ ശമര്യക്കാരത്തി സ്ത്രീക്ക് കൊടുക്കുന്നത് കണ്ടതല്ലേ ഫിലിപ്പോസ്? ആ കുരുടനായ മനുഷ്യൻ, 9-ാമത്തെ അധ്യായത്തിലെ കുരുടനായ മനുഷ്യൻ വീണ് നമസ്കരിച്ചപ്പോ ഛേ എന്ന് പറഞ്ഞ് മാറാതെ അവന്റെ ഇടയനായി തീർന്ന യേശുവിനെ കണ്ടതല്ലേ ഫിലിപ്പോസ്? ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്ക പോയി എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറയുന്നത് സംശയം കൊണ്ടല്ല. ഫിലിപ്പോസ് ഒരിക്കലും ചിന്തിക്കുകയല്ല, അയ്യോ എനിക്ക് തന്നെ വഴക്ക് കിട്ടണ്ട, നീയോട് എൻ്റെ കൂടെ വാ. അതല്ല. കാരണം ഫിലിപ്പോസ് കേട്ടതല്ലേ, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ നിരസിക്കുകയില്ല എന്ന് കേട്ടതല്ലേ. ഫിലിപ്പോസ് കേട്ടതല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്ക വരിക. 10-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് കേട്ടതല്ലേ, എനിക്ക് വേറെ ആടുകളും ഉണ്ട്. കേട്ടതല്ലേ ഫിലിപ്പോസ് എന്താണെന്നറിയാമോ അന്ത്രയോസിന്റെ അടുക്ക പോയത്? എനിക്ക് തന്നെ ഇതൊക്കെ തോന്നുന്നില്ല, എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഉച്ച കഴിഞ്ഞ് ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു ദൂത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഈ ദേശങ്ങളിൽ, നമ്മുടെ ഈ ദേശങ്ങളിലെ നമ്മുടെ ചർച്ചുകളിൽ ഫിലിപ്പോസുമാരെ ആവശ്യമാണ്. ഒന്ന് പ്രസംഗിക്കാമോ? ഞാൻ പ്രസംഗിച്ച ആര് കേൾക്കും? താങ്കളെയാണ് യേശുവിന് ആവശ്യം. മിടുക്കന്മാരുടെ മാർഗമല്ല ഇത്, ഭോഷന്മാരായി ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ മാർഗമാണ് ഇത്. തികഞ്ഞ് സാമ്പത്തിക കൊഴുപ്പിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നവരുടെ മാർഗമല്ല. അങ്ങനല്ല നമ്മുടെ സഭകൾ ഒന്നും വളർന്നത്. നമ്മുടെ സഭകളെല്ലാം വളർന്നത് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. ഈ ദേശത്തിൽ ഈ സഭയെക്കുറിച്ച് 1-ാമത്തെ സഭാരാധന മുതൽ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് എനിക്കറിയാം. ഈ കാണുന്ന സഭാ ഹോളോ ഇവിടെ വരുന്ന ആൾക്കാരോ ഇവരൊന്നും
മനുഷ്യന്റെ ഒരു ട്രിക്കിൽ വന്നവരല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ആത്മാവിനാൽ വിളിക്കപ്പെട്ട്, സുവിശേഷത്താൽ കഴുകപ്പെട്ട്, നിത്യതയുടെ പ്രത്യാശയാൽ ഒരുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പോസുമാരെ നമുക്ക് ആവശ്യമാണ്. യവനന്മാർ മടുത്തിരിക്കുകയാണ്. മതം മടുത്തിരിക്കുന്നവരോട് സിൻസിയറായിട്ട് ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്കലും ചെന്ന്, ഇന്നത്തെ മിടുക്കന്മാരാണ് എന്തോ ചെയ്യുമെന്നറിയാം. ഇന്നത്തെ മിടുക്കന്മാരാണെങ്കിൽ ഈ പറയുന്ന യവനൻ അങ്ങോട്ട് വരുമ്പം, എടാ അങ്ങോട്ട് വിട്ടാൽ ഓഫറിംഗ് അല്ലേ, എവിടെ പോവും? ഇന്നത്തെ മിടുക്കന്മാര് ചെയ്യുന്നത് എന്താണെന്നറിയോ? ആൾക്കാരെ യേശുവിലേക്ക് വിടത്തില്ല. പിന്നെ ആരിലേക്ക് വിടും? തന്നെത്താൻ ഉയർത്തും. പറ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാ നടന്നേന്ന് പറ. ഒരു പേര് കൊടുക്കും, ഇന്റർനാഷണൽ മിനിസ്ട്രീസ്. പേര്, മനുഷ്യന്റെ പേര്, എല്ലാരെയും നമ്മളിലേക്ക് ആകർഷിക്കുക. യേശു എവിടെ പോയി? യേശു ഉണ്ട്, യേശു അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പം ഞാനാ. യേശു എന്നെ അപ്പോസ്തലനാക്കിയിരിക്കുക, ഞാനായല്ല. അയ്യോ, ഫിലിപ്പോസ് അന്ത്രയോസിന്റെ അടുക്ക് വന്നിട്ട് പറയുക, ഈ ജനങ്ങളെ നമ്മുടെ കൂടെ നിർത്തി നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് പണമുണ്ടാക്കുന്ന മാർഗമല്ല, സുവിശേഷമല്ല. മനുഷ്യരെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സഭയിൽ പിടിച്ചു നിർത്തി അവരുടെ പൈസ എല്ലാം അടിച്ച് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളും വീടുകളും വണ്ടികളും വാങ്ങിക്കുന്ന ചരക്ക് കച്ചവടം ചെയ്യുന്ന അനുഭവം അല്ലെന്ന് സഭ. ഫിലിപ്പോസുമാര് ഭയത്തോടെ ശുശ്രൂഷ ചെയ്യേണ്ട ഇടമാണ് ദൈവത്തിന്റെ സഭ. അവര് തന്നെ ഓരോ പ്രാവശ്യം പുൾപിറ്റിൽ വന്ന് നിൽക്കുമ്പോ, കർത്താവേ, ദൈവം പറഞ്ഞത് മുഴുവൻ പറയാൻ എന്നെ സഹായിക്കണമേ, ദൈവം പറയാത്തതൊന്നും പറവാൻ എന്നെ അനുവദിക്കരുതേ, ഇതിനെല്ലാം കണക്കോടി ബോധിപ്പിക്കേണ്ട ആ ദിവസം എന്റെ കരം ബലപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ ഭയത്തോടെ വേല ചെയ്യേണ്ടവരുടെ കൂട്ടമാണ് ദൈവസഭയിലെ ശുശ്രൂഷകന്മാരെന്ന്. അവിടെ എപ്പോഴും ഫിലിപ്പോസുമാർക്ക് ഒരു ബോധം വേണം, ഒരാളെയും കൂടെ നിർത്താൻ. അന്ത്രയോസേ, നീയോട് എൻ്റെ കൂടെ വരാമോ? ഞാൻ എന്തേലും അവിവേകമായി പറഞ്ഞാൽ നീ എനിക്ക് പറഞ്ഞു തരണം. അതല്ലേ ടീം വർക്ക് എന്ന് പറയുന്നത്. ഇത് വൺ മാൻ ഷോ അല്ല. ഇത് എല്ലാരോടും പറയുകയല്ല. ബാബാ യേശുവിനെ കാണണം അല്ലേ, നാളെ മുതൽ ഞാൻ കൊച്ചി വരുന്നുണ്ട്, അങ്ങോട്ട് വന്നേ. ഈ കുമ്പനാട് ഓതറയും പൂവാത്തൂരിന്നും വണ്ടി ഓടിച്ചു പോകുന്ന എത്ര പേരുണ്ട്? എറണാകുളം മുതൽ അങ്ങ് ഓടുകയാണ്, നെയ്യാറ്റിങ്കര വരെ ഓടുകയാണ്. ഒരാട പുറകെ പോകുന്നവരെല്ലാം നിരാശപ്പെടും. നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്ന ദേശത്ത് വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ ചേർന്ന് വിശുദ്ധിക്ക് നിരക്കാത്തത് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിന് കൈ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. അതിൽ നിന്നും വേർപെട്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദേശത്തിൽ ഒരു സാക്ഷ്യത്തോടെ നിൽക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത്. ഫിലിപ്പോസിന് മനസ്സിലായി, ഇതൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ്, ഇതെന്റെ മിനിസ്ട്രി അല്ല. അങ്ങനാണെങ്കിൽ യോഹന്നാൻ 6 ശരിക്കും എന്റെ മിനിസ്ട്രി ആകേണ്ടത്. ഫിലിപ്പോസ് ബെത്സൈദക്കാരനാണ്. ബെത്സൈദയിലാണ് അത്ഭുതം നടന്നത്. അത് നിമിത്തം ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ ഫിലിപ്പോസ് തയ്യാറായില്ല. അതെല്ലാം യേശു ചെയ്തു. ആ ഫിലിപ്പോസിന്റെ അടുക്ക ഇപ്പൊ ആൾക്കാർ വന്നപ്പോ ഉടൻ തിരിച്ചറിഞ്ഞു, അയ്യോ ഞാനൊന്നുമില്ല. നല്ലൊരു മനോഹരമായ പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാനോ കുറയണം, നീയോ വളരണം, നിൻ ഭാവം എന്നിൽ പകരണം, നിറയണം, നിൻ രൂപം എന്നിൽ തെളിയണം. ഒരു നല്ല പാട്ടാ. ഫിലിപ്പോസിന് മനസ്സിലായി, എന്നെ അല്ല ഇവര് കാണേണ്ടത്. അന്ത്രയോസേ, എന്റെ കൂടെ വാ. യേശുവിനെ അല്ലേ കാണേണ്ടത്? ഓൾറെഡി നിങ്ങൾ മതം മടുത്തവരല്ലേ, നേരെ പോക്കോ, അങ്ങോട്ട് പോക്കോ. യേശുവിന്റെ പ്രതികരണം കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യേശുവിന്റെ പ്രതികരണം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു. യേശുവിനെ പിടിക്കാൻ നിൽക്കുക സമൂഹം. 11-ാം അധ്യായം തീരുന്നത് അവൻ എവിടെ ഉണ്ടെന്ന് പറയണം, അവനെ പിടിക്കും. 19-ാം വാക്യത്തിൽ 12-ന്റെ വാക്യത്തിൽ പറയുന്നത്, പരീശന്മാര് പറയുന്നത്, ലോകം മുഴുവൻ ഇവന്റെ പുറകെ പോവുക, ഇവനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം, ഇവനെ തീർക്കണം.
ആ സമയത്ത് ദാ വരുന്നു യവനന്മാർ, അഡ്രസ് ഇല്ലാത്ത ദെക്കപ്പൊലിക്കാർ വരുന്നു. യേശു പറയുന്നത്, ഹാ, നിങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോടെ ഞാൻ ആരാണെന്ന്. അല്ല, യേശു പറയുന്നത്, ഹൃദയം പൊട്ടിപ്പറയുന്നത്, നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ ആരെ തപ്പിയാ വന്നത്? യേശുവിനെ തപ്പിയ അല്ലേ? നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഞാനുമായി ഒരു കൂട്ടായ്മ വേണമെങ്കിൽ, നിങ്ങൾ നിത്യതയുടെ ഓഹരിക്കാരാക്കി മാറണമെങ്കിൽ, മനുഷ്യപുത്രൻ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് വരാനൊക്കത്തുള്ളൂ. ഓ, യേശുവിന് മനസ്സിലായി. എന്തോ മനസ്സിലായി? യവനന്മാരെ, നിങ്ങളുടെ മനസ്സിലെ ആ സത്യത്തിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, സത്യം അറിയണം, സത്യം അറിയണം. അന്ന് ദെക്കപ്പൊലിയിൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്നപ്പോ തോന്നിയൊരു കൊതിയുണ്ടല്ലോ, എനിക്ക് സത്യം അറിയണം, സത്യം അറിയണം. മതങ്ങളെല്ലാം വിട്ട് യെരൂശലേം വരെ നടന്നു, അപ്പോഴും സത്യം അറിയണം. പക്ഷെ കയ്യഫാവിന്റെ അന്നാസിന്റെയും പൊളിറ്റിക്സും എല്ലാം കണ്ട് മനസ്സ് മടുത്ത് എപ്പോഴും മനസ്സിലിരിക്കുക, സത്യം അറിയണം, സത്യം അറിയണം. യേശു പറയുക, നിനക്കാവശ്യം എന്റെ കൈക്രിയയിൽ ഒരു അത്ഭുതമല്ല. യവനന്മാരെ, നിങ്ങൾക്കാവശ്യം പേഴ്സ് നിറയെ പൈസ അല്ല, നിങ്ങൾക്കാവശ്യം നടുവേദന മാറ്റുന്ന യേശുവിനെ അല്ല, നിങ്ങൾക്കാവശ്യം നിത്യതയിൽ കൊണ്ടുപോകുന്ന രക്ഷകനെയാണ്. നിന്നെ നിത്യതയെ കൊണ്ടുപോകുന്ന രക്ഷകനെയാണ് നിനക്കാവശ്യം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിച്ച സുവിശേഷം ഏതാണ്? പലരും പെന്തിക്കോസ് മാർഗത്തിൽ ചേരുന്നത് നടുവേദന വരരുത്, ശരീരത്തിൽ പ്രശ്നമൊന്നും വരരുത്, സാമ്പത്തിക ഞെരുക്കം ഒന്നും വരരുത്, എനിക്ക് സന്തോഷമായി ഒന്ന് ജീവിക്കണം. അതല്ല പെന്തിക്കോസിന്റെ സത്യം. പെന്തിക്കോസിന്റെ സത്യം മറ്റ് പല മതങ്ങളിൽ നിന്നും ഡിനോമിനേഷനിൽ നിന്നും ഒരു കൂട്ടം ഇറങ്ങി പുറപ്പെട്ടതാ. എന്തിനിറങ്ങി പുറപ്പെട്ടതാ? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ല. ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് നിത്യതയിൽ പോണം. ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടിയല്ലേ മറ്റു പലതും വിട്ട് പെന്തിക്കോസിലേക്ക് വന്നത്? അല്ലെങ്കിൽ എന്തിനാ നമ്മൾ മറ്റു പലതും വിട്ട് ഇതിനകത്തോട്ട് വന്നത്? ഇതിനെക്കാട്ടി വലിയ ആലയങ്ങളില്ലേ? ഇതിനെക്കാട്ടിൽ വലിയ പണക്കാരില്ലേ? ഇതിനെക്കാട്ടി വലിയ പെരുന്നാളില്ലേ? ഇതെല്ലാം വിട്ടിട്ട് പെരുന്നാളില്ലാത്ത, പടക്കമില്ലാത്ത, കാണാനൊന്നുമില്ലാത്ത പല വീടുകളിലും നമ്മൾ പോയി ഇരുന്നത് നിത്യതയിൽ പോണം, അതിനു വേണ്ടിയല്ലേ? പക്ഷെ ഇന്ന് വന്ന് നിത്യത എന്ന് പറഞ്ഞാൽ നിത്യതയോ? എന്തുവാ? എവിടെ വെച്ചോ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ദർശനം മാറിപ്പോയി. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ മാറുക. കാരണം നിത്യതയെക്കുറിച്ച് ഇപ്പൊ കേൾക്കാനൊക്കത്തില്ല. നമ്മുടെ ഇടയിലും നമ്മൾ പലരെയും നോക്കി പറയുന്നു അവരെല്ലാം പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സാ. അല്ല, നമ്മുടെ പുൾപിറ്റിൽ എന്തുവാ കേൾക്കുന്നത്? നമ്മുടെ പുൾപിറ്റിലും പലതും ഇത് തന്നെയല്ലേ. വെയ് രാജാ വെയ്, ഇപ്പൊ വെച്ചാൽ ഇങ്ങനെ കിട്ടും, അങ്ങോട്ട് കിട്ടും, ഇങ്ങനെ കിട്ടും. അവർക്ക് കുറച്ചുകൂടെ അത് ഫ്ലയർ അടിച്ച് അങ്ങോട്ട് വെളിയിലോട്ട് തള്ളാൻ അറിയാം. നമ്മൾ പലരും ഇതിനകത്ത് പറയുന്നതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെ, നിങ്ങൾ കേട്ടാ മതി. യേശുവിന് പറയാനുള്ളത് ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുവിന് നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്, എനിക്ക് ഓഫർ ചെയ്യാൻ എന്നോട് യേശു പറയുന്നതായി ഞാൻ കേൾക്കുന്നത്, ജോ ബാബാ നല്ലൊരു ജീവിതം തനിക്ക് ഞാൻ തരാം. നോ, സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എ ബെറ്റർ ഫ്യൂച്ചർ, ഒരു നല്ല നാളെ. ഏത് നാളെ? ഇവിടത്തെ നാളെ അല്ല. രോഗം പിടിക്കും, ദേഹം ക്ഷയിക്കും, യേശുവിൽ വിശ്വസിക്കുന്നവരും മരിക്കും, യേശുവിൽ വിശ്വസിക്കാത്തവരും മരിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന ആടെ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ മരിക്കത്തില്ലെന്നുള്ളതല്ല, യേശു അനുവദിക്കുന്ന സമയത്തിന് മുമ്പ് രോഗം പിടിച്ച് മരിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? യേശുവിൽ വിശ്വസിക്കുന്ന ഒരാള്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അവനെ പിടിക്കാൻ നോക്കി, പക്ഷെ അവന്റെ നാഴിക വരാത്തതുകൊണ്ട് അവനെ തൊടാൻ അവർക്കൊത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹം കേൾക്കണം. മരണത്തിന്റെ ഭീതിയിൽ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കേൾക്കണം. ഈ വചനത്തിലൂടെ യേശു പറയുന്നത് സമയത്തിന് മുമ്പ് നമ്മളെ നശിപ്പിക്കാൻ യാതൊന്നിനും കഴിയത്തില്ല. ഇനി ദൈവം വെച്ചിരിക്കുന്ന സമയം മുമ്പോട്ടാക്കാൻ ഒരപ്പോസ്തലനും കഴിയത്തില്ല. അപ്പോസ്തലനാണേലും വിശ്വാസിയാണേലും ഇവിടുന്ന് പോണം. എന്താ അപ്പൊ സുവിശേഷം? സുവിശേഷം യേശുവിന്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ
യവനന്മാരെ, പാപികളെ, വാ, ഈ തിരുയാഗത്തിലൂടെ നിനക്ക് പകരമായി മരിച്ച് നിന്റെ പാപങ്ങൾ യേശുവിന്റെ മേലെടുത്ത് ആ നിർദോഷ രക്തത്താൽ നീ കഴുകപ്പെട്ട് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനു വേണ്ടി പാപമാക്കി തീർത്ത സുവിശേഷത്തിന്റെ ശക്തി. എഫേസ്യ ലേഖനം 2 പറയുന്നത് യവനന്മാരെ കുറിച്ച്, ജെന്റൈൽസിനെ കുറിച്ച് ഇങ്ങനെയാണ്: ദേ ആർ വിത്തൗട്ട് ഹോപ്പ്, പ്രത്യാശയില്ലാത്തവർ. അപ്പൊ ഈ ദക്കപ്പൊലിയിൽ നിന്ന് അവരെ ഓടിച്ചത് എന്തുവാ? ദക്കപ്പൊലിയിൽ നിന്ന് അവരെ ജീവനുള്ള ദൈവത്തിങ്കലേക്ക്, അവിടെ യെരൂശലേമിൽ കിട്ടുമെന്ന് പറഞ്ഞു പോയത് പ്രത്യാശയില്ലാത്തൊരു അനുഭവമാണ്. അവിടെ ചെന്നപ്പോ കിട്ടിയില്ല, അത് കള്ളന്മാരുടെ ഗുഹയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. പക്ഷെ അവരിപ്പൊ കറക്റ്റ് അടുത്ത് വന്നിരിക്കുക. കറക്റ്റ് ആൾ അവരോട് പറയുക, നിനക്കാവശ്യം പ്രത്യാശയാ. ഇന്നിവിടെ വന്നിരിക്കുന്ന ജനങ്ങളെ, നമുക്കാവശ്യം പ്രത്യാശയാ. നമ്മുടെ നാഥൻ വരാറായി, കാലമിനി ഏറെ ഇല്ല. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. വിശുദ്ധർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മളൊരു പാട്ടിന്റെ വരികൾ അടുത്ത നിമിഷങ്ങളിൽ പാടാൻ പോവുകയാണ്. പണ്ടത്തെ കൺവെൻഷനുകളൊക്കെ പാടി അവസാനിപ്പിക്കുന്ന ഒരു പാട്ടാണ്: കർത്താവുതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോ ആ പാട്ടിന്റെ വരികൾ എന്താ പറയുന്നത്? വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും യുഗായുഗമായി. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ജീവിതം ഇവിടെ അല്ല. അതിനല്ല യവനന്മാർ യേശുവിന്റെ അടുക്കൽ വരേണ്ടത്. യവനന്മാർ യേശുവിന്റെ അടുക്കൽ വരേണ്ടത് അവർക്കില്ലാത്ത പ്രത്യാശ ലഭിക്കുന്ന സ്ഥലം യേശു, അവർക്ക് കിട്ടാത്ത നിത്യത ലഭിക്കുന്ന, കൊടുക്കുന്നയാൾ യേശു, രക്ഷകന്റെ അടുക്കൽ അവർ വന്നിരിക്കുന്നു. യേശുവിനെ വേണ്ടാത്ത സമയത്ത് യവനന്മാർ വന്നു. അവർ ഫിലിപ്പോസിന്റെ അടുക്ക വന്നു. ബലഹീനനായ ഫിലിപ്പോസ് അന്ത്രയോസിനെയും കൂട്ടി യേശുവിന്റെ അടുക്ക ചെന്നു. യേശുവിന് തിരിച്ചു പറയാനുള്ളത്: വാ കുഞ്ഞുങ്ങളെ, മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. ഞാൻ എല്ലാം നിനക്ക് നൽകണോ. മനുഷ്യപുത്രൻ ക്രൂശ് മരണത്തിന്റെ മഹത്വപ്പെടേണ്ട സമയമായി. എന്നാലേ നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് സമാധാനമില്ലാതെ ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, യേശുവിലുള്ള വിശ്വാസം നിമിത്തം സമാധാനത്തോട് ഇവിടുന്ന് പോകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. രാത്രിയിൽ ഉറക്കമില്ല, കിടക്കുക, വ്യാകുല ചിന്തയാ, നല്ലിടത്താ വന്നിരിക്കുന്നത്. യേശുവിനോട് പറ, സ്നേഹിതർ വെടിയുന്ന സമയത്ത്, ഞെരുക്കമുള്ള സമയത്ത്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള നിമിഷത്തിൽ യേശുവിനോട് പറ: യേശുവേ, ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ഗോയിങ് ത്രൂ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കും.